ഓക്കെ, ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം. ആ, ഇത് ഇന്നത്തെ ദിവസം നമുക്ക് ഈ പരിവർത്തന സെഷനിലേക്ക് പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഈ സെഷനിലേക്ക് ആദ്യം സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ നടക്കാൻ പോകുന്നത് ആ, ലോകത്ത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി വളരെ ശക്തമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2015 നമ്മുടെ ഇന്ത്യയില് ഇതിന്റെ വിറ്റുവരവ് 3000 കോടിയായിരുന്നു. 2024 ആയപ്പോഴത്തേക്കും ഇതിന്റെ വിറ്റുവരവ് 22,150 കോടിയിലേക്ക് എത്തി. ഈ ഡാറ്റാസ് നമുക്ക് ഒരുപാട് സഹായിക്കും. അപ്പൊ 2025-26 ക്ലോസ് ചെയ്യുമ്പോൾ കമ്പനി ഇന്ത്യ എക്സ്പെക്ട് ചെയ്യുന്ന ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയില് 30,000 കോടിയാണ്. അപ്പോ എന്ന് പറഞ്ഞ അർത്ഥം അതൊരു വലിയ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആണ്, സമ്പത്തിന്റെ പുനർവിതരണം നടക്കുന്ന ഒരു കാര്യമാണെന്ന സത്യം എല്ലാവരും മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇത് ലോകത്തില് ഈ ഇൻഡസ്ട്രിയില് ആദ്യം നിൽക്കുന്നത് അമേരിക്കയാണ് 1ാം സ്ഥാനത്ത്, 2ാം സ്ഥാനത്ത് ജർമ്മനി, 3 ചൈന, 4 കൊറിയ, മലേഷ്യ, ജപ്പാൻ, അങ്ങനെ 11ാം സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത്. ഈ ഒരു പോയിന്റ് മനസ്സിലാക്കിക്കൊള്ളുക. ഈ വരുന്ന 5 വർഷം കൊണ്ട്, ഇപ്പൊ 2026 2030-31 ആകുമ്പോഴത്തേക്ക് ഇതൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഇന്ത്യയിൽ വളരും. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് അത്ര വലിയൊരു സാധ്യതയാണ് ഇന്ത്യയിൽ വരാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയില് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ്. ഇന്ന് നമുക്കറിയാം, ഇന്ന് ലോകത്ത് കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ലോകത്ത് നിൽക്കുന്ന ഒരു അനിശ്ചിതത്വമുണ്ട്. തൊഴിലില്ലായ്മ ക്രമാതീതമാണ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പഠിക്കുന്ന വിദ്യാസമ്പന്നർ വളരെയധികം ഉണ്ട്, അതിനനുസരിച്ച് ജോലികൾ ലഭിക്കുന്നില്ല. ഒപ്പം തന്നെ റിസഷൻ, സാമ്പത്തിക മാന്ദ്യം നിലനിൽക്കുന്നു ലോകമൊട്ടാകെ. ഇപ്പൊ യുദ്ധം വന്നിരിക്കുന്നു. ഞാൻ അറിയുന്നത് 40% ഇന്ത്യക്കാര് ആ രാജ്യത്ത് നിന്ന് മടങ്ങി വരാൻ തയ്യാറാവുകയാണ്. ഗൾഫ് കൺട്രീസ് മടങ്ങി വരാൻ തയ്യാറാവുകയാണ്. അപ്പോ അവിടെയുള്ള ജനസംഖ്യയിലെ വലിയൊരു ഭാഗം, നമ്മുടെ ഇന്ത്യയിലെ ജനസംഖ്യയിലെ വലിയൊരു ഭാഗം ഈ വിദേശ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന അവരെ ഒരു വല്ലാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി വളരെ ശക്തമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതിന്റെ സാധ്യത എത്ര അനന്തമാണെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോ സമീർ മോദി സാർ, അദ്ദേഹം US ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയില് പഠിക്കുന്ന സമയത്താണ്, 24 വയസ്സുള്ള സമയത്താണ്, പഠിത്തം കഴിഞ്ഞ് ഇറങ്ങിയ സമയത്താണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി പഠിക്കുകയും അമേരിക്ക പോലുള്ള രാജ്യത്തെ ഏറ്റവും സമ്പന്നന്മാരെ സൃഷ്ടിച്ചത് ഈ ബിസിനസ് തിരിച്ചറിഞ്ഞ ശേഷം അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ത്യയില് ആദ്യത്തെ ഡയറക്ട് സെല്ലിംഗ് കമ്പനി 96 അദ്ദേഹം ആരംഭിക്കുകയാണ്. ഇതാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റ്. ഈ പോയിന്റ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകാൻ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലോകത്ത് ഏറ്റവും കൂടുതൽ യൂത്ത് ഉള്ളത്, ഒരു 40 വയസ്സ് പ്രായം, 30-40 വയസ്സ് പ്രായമുള്ള ലോകത്ത് ഏറ്റവും കൂടുതൽ യൂത്ത് ഉള്ളത് ഇന്ത്യയിലാണ്. ഈ 40 കോടി, അത് 147 കോടിയിൽ 40 കോടിയോളം യുവാക്കള് ഇന്ത്യയിലുണ്ട്. ലോകത്തിലെ മൊത്തം യൂത്തിന്റെ ഏകദേശം 80% വരും. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. ആ യൂത്തിന് കയറി വരാനും അവരുടെ ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും നേടാനും ഈ പ്ലാൻ എങ്ങനെ സഹായിക്കുന്നു എന്ന് കാണിച്ചു തരികയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാഴ്ചപ്പാട് അങ്ങനെയാണെങ്കിൽ ഇന്ത്യ സമ്പന്നമായി തീരാൻ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പോകുന്ന ഒരു വ്യവസായമായിട്ട് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി മാറുകയാണ്. ഈ കാഴ്ചപ്പാടോട് വേണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ കേൾക്കാൻ. നമ്മുടെ തൊട്ട അയൽവകത്തേക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കേട്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അത് അവരുടെ അറിയാൻ പാടാത്തതുകൊണ്ട് സംഭവിച്ച കാര്യങ്ങൾ. ഇവിടെ നിങ്ങൾ അറിയേണ്ടത് ഇതുകൊണ്ട് എങ്ങനെ നിങ്ങളുടെ ലൈഫിൽ എങ്ങനെ വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ആരംഭിക്കാം. ആദ്യം സമീർ മോദി സാറിനെ പരിചയപ്പെടുത്തു. അതിന് സമീർ മോദി ഇൻഫിനിറ്റി പ്ലാൻ ഈ പ്ലാൻ ഇന്ന് എന്തുമാത്രം ചർച്ചാ വിഷയമാണ് നോക്കുക. ദിസ് മൈ കമ്മിറ്റ്മെന്റ് ടു യുവർ ലിമിറ്റ്ലെസ് സക്സസ്. നിങ്ങളുടെ ഒരു പരിമിതിയില്ലാണ്ട് നിങ്ങൾക്ക് വളരാൻ പറ്റിയ, സക്സസ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഹോപ്പ് ടു ഫ്രീഡം. നമുക്ക് എല്ലാവർക്കും നമ്മുടെ സ്വപ്നങ്ങൾ നേടാൻ വളരെയധികം ആഗ്രഹമുണ്ട്. നമ്മളിപ്പോ ചെന്ന് ജോലി അല്ലെങ്കിൽ ബിസിനസ് ചെയ്താൽ നമുക്ക് എവിടെ എത്താൻ പറ്റും. ഞാൻ ഒരു എംപ്ലോയി ആയിരുന്നു. എന്റെ ഇൻകം നടക്കുന്നുണ്ടോ, ആ ചെറിയ ഇൻകത്തിൽ നിൽക്കുക. എന്റെ സ്വപ്നങ്ങൾ വളരെ വളരെ വൈഡായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ സ്വപ്നങ്ങളുണ്ട്. അത് പലപ്പോഴും ഇപ്പോ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നം പോലെ തോന്നുക. പലർക്കും ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കണം, ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, എനിക്ക് നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണം, എനിക്ക് ആഗ്രഹിക്കുന്ന എന്ത് എനിക്ക് വാങ്ങിക്കാനും ചെയ്യാനും സാധിക്കണം. ദെൻ എനിക്ക് എന്റെ സ്വപ്ന ഭവനത്തിൽ, എന്റെ സ്വപ്നതുല്യമായ ഒരു ഭവനം എനിക്ക് ഉണ്ടാക്കണം. എന്റെ ഫാമിലിയോടൊപ്പം നല്ല സമയം സ്പെൻഡ് ചെയ്യണം. എനിക്ക് നല്ല അംഗീകാരം ലഭിക്കണം. എനിക്ക് ഒരുപാട് പാവങ്ങളെ സഹായിക്കാൻ ആഗ്രഹമുണ്ട്. എന്റെ സാമ്പത്തിക സ്ഥിതി അനുവദിക്കുന്നില്ല. എന്റെ അയൽവക്കത്തും എന്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും പലരും പല ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ടിരിക്കുകയാണ്.
അവരെ എങ്ങനെ സഹായിക്കാൻ പറ്റും? അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും ഈ കൂട്ടത്തിൽ. മേ ബി വർക്ക് ലൈഫ് ബാലൻസ്. നമ്മുടെ അസാന്നിധ്യത്തിലും നമ്മൾ ഒരിക്കൽ ചെയ്ത പ്രവൃത്തിക്ക് നമ്മുടെ അസാന്നിധ്യത്തിലും നമുക്ക് പാസീവ് ഇൻകം കിട്ടുന്ന കാര്യം ആലോചിക്കി. നമ്മളില്ലായെങ്കിലും വരുമാനം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ആലോചിക്കി. അതിന് വർക്ക് ലൈഫ് ബാലൻസ്. ദെൻ ബെറ്റർ എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ. കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. ആശുപത്രിയുടെ ചെലവും കുട്ടികളെ പഠിപ്പിക്കുന്ന ചെലവും വളരെ കൂടുതലാണ്. അതൊക്കെ ഒരു വ്യവസായ, വലിയ വ്യവസായമായിട്ട് മാറിക്കഴിഞ്ഞു. ഫാൻസി കാർസ്, ഇഷ്ടമുള്ള കാർ വാങ്ങിക്കുക, ലോകമൊട്ടാകെ വേൾഡ് ടൂർസ്, ലോകമൊട്ടാകെ ചുറ്റി സഞ്ചരിക്കുക, ഇതെല്ലാം നമുക്ക് വലിയ ആഗ്രഹങ്ങളാണ്. അത് നമ്മുടെ ഡ്രീംസ് ആണ്. ആ ചെറിയ വരുമാനം നോക്കി ഇപ്പൊ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ ബിസിനസ് ഇനി ഒരു 5 വർഷം 10 വർഷം ചെയ്താൽ നമുക്ക് എവിടെ എത്താൻ പറ്റും? ഇവിടെയാണ് ഞാൻ ഈ പറയാൻ പോകുന്ന ബിസിനസിന്റെ പ്രസക്തി എനിക്ക് ബോധ്യപ്പെട്ടത്. എനിക്ക് ബോധ്യപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ തയ്യാറാകുകയാണ്. ഓക്കെ, വെൽക്കം. നമുക്ക് വർക്കിംഗ് വിത്ത് 2 to 5 year പ്ലാൻ എപ്പോഴും മനസ്സിലാക്കണം. ഒരു വലിയ ബിസിനസ് കെട്ടിപ്പടുക്കാൻ പോവുകയാണ്. അങ്ങനെ നല്ലൊരു ബിസിനസ് കെട്ടിപ്പടുക്കണമെങ്കിൽ നിങ്ങൾ അതിന് സമയം കൊടുത്തേ വെക്കൂ. സമയത്തിലാണ് നിങ്ങൾ ഏറ്റവും ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് സമയം എത്ര സമയം നിങ്ങൾക്ക് സ്പെയർ ചെയ്യാൻ പറ്റും. ഞാൻ തിരക്കുള്ള ഒരു ഓഫീസറായിരുന്നു. 4 ഡിസ്ട്രിക്റ്റിന്റെ ചാർജ് ഉണ്ടായിരുന്ന ഓഫീസറായിരുന്നു. എനിക്ക് നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ ഇതിനുവേണ്ടി ഞാൻ സമയം മാറ്റിവെച്ചത് എന്റെ ജോലി കഴിഞ്ഞുള്ള സമയം കൃത്യമായിട്ട് 2 മണിക്കൂർ 3 മണിക്കൂർ മാറ്റിവെക്കാൻ ഞാൻ തയ്യാറായി, സ്ഥിരമായിട്ട്. അതാണ് എനിക്ക് വിജയങ്ങൾ ഇതുവരെ തന്നെ വിജയങ്ങൾക്ക് മുഴുവൻ കാരണം ഈ ഒറ്റ കാരണം കൊണ്ട്. ആ സമയം എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നും എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നും എന്റെ ലീഡേഴ്സ് ഈ സിസ്റ്റം പഠിപ്പിച്ചു തന്നു. പിന്നെ സ്പോൺസർ ചെയ്തിട്ടുള്ള ദിനേശ് നാരായണൻ ആൻഡ് ജിഷാദ് ബക്കർ അവർക്ക് ഞാൻ ആദ്യം എന്റെ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. കാരണം എന്നെ പോലെ സാധാരണ എംപ്ലോയിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ സാധിച്ചത് ഇതിന്റെ സിസ്റ്റവും ഇതിന്റെ പ്രൊഡക്ട് നോളജും ഇതിന്റെ സിസ്റ്റം നോളജും അതിന്റെ സ്കില്ലുകളൊക്കെ ആർജിക്കാൻ തുടങ്ങിയ ശേഷമാണ്. അപ്പൊ ഞാൻ ഇപ്പോഴും പറയുന്ന, ഒരു എംപ്ലോയിയിൽ നിന്ന് ഒരു ഓൺടർപ്രണറിലേക്കുള്ള യാത്ര എങ്ങനെ സുഗമമാക്കാൻ പറ്റുമെന്ന് നമുക്ക് പഠിക്കാം. ഇവിടെ 2 to 5 വർഷം കൊണ്ട് നിങ്ങളുടെ ബിസിനസ് കെട്ടിപ്പടുക്കാനാണ് ശ്രമിക്കേണ്ടത്. വന്നു കയറി 1 2 3 പോലെ ഒരു 2 മാസം 3 മാസം കൊണ്ട് എന്തെങ്കിലും വരുമാനം വാങ്ങിക്കാൻ വേണ്ടി ഒരിക്കലും ഈ ബിസിനസ് ചെയ്യരുത്. കാരണം ഇതിന് വലിയ ഫ്യൂച്ചറുള്ള, വലിയ ഭാവിയുള്ള, നിങ്ങളുടെ ഭാവി തന്നെ, ഭാവി ജീവിതം, ലൈഫ് സ്റ്റൈൽ എല്ലാം ബെറ്റർ ആയിട്ട് മാറ്റിമറിക്കാൻ പറ്റിയ ശക്തമായ പ്ലാനാണ്. ലോകത്തൊട്ടാകെ ഏറ്റവും അധികം സമ്പന്നന്മാരെ സൃഷ്ടിച്ച പ്ലാനാണത്. അമേരിക്ക പോലൊരു രാജ്യം സമ്പന്നമാകാൻ സഹായിച്ചത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ്. ഇന്ന് അവിടുത്തെ പ്രസിഡന്റായിട്ട് മിസ്റ്റർ ട്രംപ് തന്നെ ഡയറക്ട് സെല്ലിംഗ് ചെയ്ത് എക്സ്പീരിയൻസ് കൊണ്ടാണ് അയാള് അമേരിക്കൻ പ്രസിഡന്റ് ആയത്. അയാളുടെ രാഷ്ട്രീയ ഇതുകൊണ്ടല്ല. ഇതും നിങ്ങൾ മനസ്സിലാക്കണം. ഒരു രാജ്യത്തിന്റെ തന്നെ തലവനാവാനായിട്ട് ഒരു ഡയറക്ട് സെല്ലിംഗ് സാധിക്കുമെന്ന സത്യം ആദ്യം മനസ്സിലാക്കുക. അപ്പോ അങ്ങനെ നമുക്ക് ഈ പാസീവ് ഇൻകം ഏൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഞാൻ ഈ പറഞ്ഞ 2 to 5 year കൊണ്ട് നിങ്ങൾക്ക് ഒരു പാസീവ് ഇൻകം ഏൺ ചെയ്യുന്ന രീതിയിൽ ഒന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എന്താണ് പാസീവ് ഇൻകം എന്ന് പഠിക്കേണ്ടത്? നമുക്കറിയുന്ന പ്രധാനപ്പെട്ട കുറെ എഴുത്തുകാരുണ്ട്. തകഴി ശിവശങ്കരപ്പിള്ള അവർകള്, അതുപോലെ നമ്മുടെ കാനം രാജേന്ദ്രൻ അവർകള്, അല്ലെ? നമുക്ക് എന്തൊക്കെ അപ്പൊ നമുക്ക് ഇവരോരോരുത്തരും എഴുതിയ ബുക്കുകൾ നിങ്ങൾക്ക് അറിയില്ലേ? അവരെഴുതിയ ബുക്ക് ലോകമൊട്ടാ വിറ്റൊഴിയാണ്, അല്ലെ? ചെമ്മീൻ നമുക്ക് എത്ര മനോഹരമായ ബുക്കാണ്. അപ്പൊ അത് ഈ മുഹമ്മദ് ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീർ എന്ന വ്യക്തിയുടെ ഭാവന വന്ന കുറേയധികം കവിതകളും കഥകളും ഒക്കെ നിങ്ങൾക്കറിയാം. അദ്ദേഹം പല നോവൽ രചിച്ചു. ആ നോവലൊക്കെ ഇപ്പോഴും എന്റെ ഉപ്പുപ്പാക്ക് ആന ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോഴും ഹോട്ട് സെല്ലിംഗ് ലോകത്തിൽ. കയറ് ഹോട്ട് സെല്ലിംഗ് ആണ്. അവരും മൺമറഞ്ഞു പോയി. ഇപ്പോഴും ആ കുടുംബത്തിലേക്ക് തന്നെ ലോയൽറ്റി വന്നുകൊണ്ടിരിക്കുക. നമുക്ക് ഇവരെയൊക്കെ ഒന്നും ഓർക്കാതെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. എത്രയോ എഴുത്തുകാർ നമ്മുടെ ഇന്ത്യ ചുറ്റുപാടുണ്ട്. ഇതേപോലെ യേശുദാസ് നല്ല പാട്ടുപാടി, ജയേന്ദ്രൻ നല്ല പാട്ടുപാടി. ഇന്ന് യേശുദാസ് നമ്മുടെ കൂടെ ഉണ്ട്, ജയേന്ദ്ര സാർ നമ്മുടെ കൂടെ ഇല്ല. സാറ് പാടിയ പാട്ടിന്റെ ലോയൽറ്റി ഇപ്പോഴും ഫാമിലി കിട്ടുകൊണ്ടിരിക്കുക. യേശുദാസ് പണ്ട് പാടിയ പാട്ടിന്റെ ലോയൽറ്റി ഇപ്പോഴും യേശുദാസിന് ലഭിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് ഇന്ന് മനസ്സിലാവുന്നത് അതാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ഒരിക്കലും ചെയ്ത് പ്രവർത്തിക്ക് എന്നും വരുമാനം കിട്ടുക. ഇൻവെസ്റ്റ്മെന്റ് നമ്മളൊരു 2 3 8 10 കെട്ടിടമൊക്കെ ഉണ്ടാക്കി കൂട്ടി ആ കെട്ടിടത്തിന്റെ വാടക നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുക. അതും ഒരു പാസീവ് ഇൻകം. അതേപോലെ ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ്, നമ്മളിപ്പോ പറയുന്ന ഇൻഡസ്ട്രി. ഈ ഇൻഡസ്ട്രിയുടെ പ്രസക്തി ഇനിയെങ്കിലും മനസ്സിലാക്കുക പലരും. കാര്യം ഡയറക്ട് സെല്ലിംഗ് നമുക്ക് ഒരിക്കൽ ചെയ്ത് പ്രവർത്തിക്ക് എന്നും വരുമാനം കിട്ടുന്ന ഒരു വലിയൊരു കൺസെപ്റ്റാണ്. നമുക്ക് ഇവിടെ തന്നെ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന കേസിയാണ് JB ഫാത്തിമ എന്ന് പറയുന്ന കൊല്ലത്തുള്ള ഒരു ഫാമിലി. അദ്ദേഹം മൺമറിഞ്ഞു പോയിട്ട് ഒരു 3-4 വർഷമായി. അതിന് വൈഫ് ഫാത്തിമയ്ക്ക് മുടങ്ങാതെ ഒരു 3-4 ലക്ഷം രൂപ മോദിക്കുന്ന വരുമാനം ലഭിച്ചിരിക്കുക. ഭർത്താവ് മരിച്ചു പോയിട്ടും ആ ബിസിനസിന് അതേ ഇൻകം ഭാര്യയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ നിരവധി പേര്, ഞാൻ
പല സ്ഥലത്ത് പോയപ്പോഴും പല പല ഒരു കണ്ണൂരുള്ള ഒരു ജേക്കബ് സാറൊക്കെ ഉണ്ടായിരുന്നു. ജേക്കബ് സാറിന്റെ ഒരു 10-20 വർഷം അദ്ദേഹം ഒരു ബൈക്ക് ആക്സിഡന്റിൽ മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ 2 മക്കൾ എന്ന് ഒരു മകൻ ആ വണ്ടിയിൽ ഉണ്ടായത്, വണ്ടിയിൽ തെറിച്ചു പോയി, അവൻ രക്ഷപ്പെട്ടു. ആ മകനും വേറൊരു മകനും കൂടി അവരുടെ ജീവിതം മുഴുവൻ നയിച്ചത്, അവർ വിദ്യാഭ്യാസം, അച്ഛനമ്മയും മരിച്ച ശേഷം ആ വിദ്യാഭ്യാസം മുഴുവൻ നേടിയെടുക്കാൻ സാധിച്ചത് കണ്ണൂർക്കാരെ അവരുടെ ജീവിതം ഈ മോദി കെയർ എന്ന കമ്പനി കൊണ്ടാണ് മാറ്റിമറിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, ഒരു ഗസ്റ്റ് റാങ്കിൽ 4 ഡിസ്ട്രിക്റ്റിന്റെ ചാർജ് വ്യക്തിയാണ്. ഞാൻ ഈ ബിസിനസ് വരാൻ കാരണം അത്രയും ഭൂരിപക്ഷം എനിക്കൊന്നും ഒരിക്കലും സർവീസ് പെൻഷൻ കിട്ടും. നമുക്ക് ഒരു എത്ര എനിക്ക് ഒരു 1.5 ലക്ഷം വരുമാനം ഉണ്ടെങ്കിൽ അതിന്റെ 4-1 പെൻഷൻ ചുരുങ്ങുകയാണ്. അപ്പൊ നമുക്ക് പിന്നീട് ജീവിക്കണമെങ്കിൽ അതേ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്തേ പറ്റും. അപ്പൊ ശരിക്കും മനസ്സിലാക്കുന്നത് നമുക്ക് എന്നും കൂടിക്കൊണ്ടിരിക്കുന്ന വരുമാനമാണ് ഇതിന്റെ പ്രത്യേകത. ഈ പ്ലാൻ ശ്രദ്ധിച്ചറിയാൻ പറ്റും. മഞ്ഞ ലൈൻ കാണുന്ന നോക്കുക, നിങ്ങളുടെ ഇൻകം ആണ്. നീല ലൈൻ കാണുന്ന നോക്കുക, നിങ്ങളുടെ എഫർട്ടാണ്, നിങ്ങളുടെ പ്രയത്നമാണ്. നിങ്ങൾ ആദ്യം നന്നായിട്ട് പ്രയത്നം എടുത്തു, 2, 3, 4 മണിക്കൂറൊക്കെ ആദ്യം മുടക്കി, മേ ബി ഒരു 2 വർഷത്തിനകം നിങ്ങൾക്ക് നല്ലൊരു ഇൻകം ലഭിക്കാൻ തുടങ്ങി. പിന്നെ നിങ്ങളുടെ എഫർട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇൻകം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പഠിക്കേണ്ട ലെസൺ. ആ ഇൻകം എന്നും എന്നും കിട്ടുന്ന അർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞ JB സാറിന്റെ എക്സാമ്പിളും, കണ്ണൂർക്കാരൻ മരിച്ചിട്ടുള്ള ജേക്കബ് സാറിന്റെ എക്സാമ്പിളും, കൊല്ലത്തുള്ള JB സാറിന്റെ എക്സാമ്പിളൊക്കെ ഇതിന് നല്ല മകളുടെ ഉദാഹരണം. അങ്ങനത്തെ ആയിരക്കണക്കിന് ആൾക്കാർ ഇന്ത്യയിലുണ്ട്. അവരുടെ കാലശേഷവും മക്കൾക്കും കൊച്ചുമക്കൾക്കും അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും എഴുതി കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ പ്രൊജക്റ്റാണ് ഈ പാസീവ് ഇൻകം. എന്താണ് ഈ ട്രഡീഷണൽ ബിസിനസ്സും ഡയറക്ട് സെല്ലിംഗ് തമ്മിലുള്ള വ്യത്യാസം? ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ കടയിൽ പോയി ഒരു സാധനം വാങ്ങിക്കുന്നു, 100 രൂപ കൊടുത്തൊരു സാധനം വാങ്ങിക്കുന്നു, അതാ കാണിച്ചെന്നോടെ പിക്ചർ നോക്കുമോ? ആ വാങ്ങിക്കുന്ന കടക്കാരന് കിട്ടുന്ന 75 രൂപയ്ക്കാണ്. അദ്ദേഹം അത് ലഭിക്കുന്ന ജില്ലയിലുള്ള ഒരു മൊത്ത വിതരണക്കാരുണ്ട്, അദ്ദേഹം ലഭിക്കുന്നത് 65 രൂപയ്ക്കാണ്. അദ്ദേഹത്തിന് അത് ലഭിക്കുന്നത് അതിന്റെ കേരളത്തിലുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർ വിതരണക്കാരനാണ്, അദ്ദേഹം ലഭിക്കുന്നത് 45 രൂപയ്ക്കാണ്. മേ ബി കമ്പനി നിൽക്കുന്ന ബോംബെയിലോ ഡൽഹിയിലായിരിക്കും, അവർക്ക് ആ മാനുഫാക്ചറിങ് കോസ്റ്റ് അടക്കം വരുന്നത് 35 രൂപയ്ക്കാണ്. അപ്പൊ 35 രൂപയ്ക്ക് കിട്ടുന്ന ഡൽഹിയിലോ ബോംബെയിലോ ഉണ്ടാക്കിയ ഉൽപ്പന്നം നമ്മുടെ നാട്ടിലെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് 100 രൂപയ്ക്ക് വാങ്ങിക്കുമ്പോൾ ബാക്കി 65 രൂപ ഇതിന് പരസ്യം ചെയ്തിട്ടുള്ള സെലിബ്രിറ്റീസും ഇടനിലക്കാർക്കും വീതിച്ചു കൊടുക്കാണ് പതിവ് രീതി. ഇവിടെ അത് ഒഴിവാക്കിക്കൊണ്ട്, ആ ഇടനിലക്കാർക്കും പരസ്യക്കാരെ ഒഴിവാക്കിക്കൊണ്ട് കമ്പനി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഉൽപ്പന്നം തരികയാണ്. നമ്മൾ ആരാണ്? നമ്മൾ കമ്പനിയുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയാം. നമുക്ക് കമ്പനി അവകാശം തന്നിട്ടുണ്ട്, നിങ്ങളുടെ വിതരണ അവകാശം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വിതരണ അവകാശം നിങ്ങൾക്ക് എടുക്കാം. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് വിതരണാവകാശം, നിങ്ങൾക്ക് പരിധിയൊന്നുമില്ല. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് വിതരണാവകാശം ചെയ്യാം. ഇത് കേട്ടപ്പോൾ എനിക്ക് വളരെ ആവേശമായി. ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് 10 സംസ്ഥാനങ്ങളിൽ എൻ്റെ ഐഡിയയിൽ, എൻ്റെ വൈഫിന്റെ ഐഡിയയിൽ, ലിഷ പ്രകാശിന്റെ പേരുള്ള ഐഡിയയിൽ ബിസിനസ് ഉണ്ട്. വൈഫ് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമറാണ്. 10 സ്റ്റേറ്റിൽ ബിസിനസ് തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ടത്, ഇത് എങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് വെച്ചാൽ ഒരു അത്ഭുതമാണ്. അതായത് ഇതിന്റെ സാധ്യത ശരിക്കും മനസ്സിലാക്കി വേണം ബുദ്ധിപൂർവ്വം ഇതിനെ സമീപിക്കാൻ. നമ്മുടെ സ്വഭാവ പ്രക്രിയ, നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെന്റ് എല്ലാം ഇതിന്റെ കൂടെ നടക്കുന്നുണ്ട്. അതും ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ പ്രത്യേകതയാണ്. എന്നെ പോലൊരു എംപ്ലോയിനെ ഒരു ഓൺട്രപ്രണർ, ഒരു സംരംഭകനായി മാറ്റാൻ ഇതിന്റെ സിസ്റ്റം നടക്കുന്ന ട്രെയിനിങ്ങുകൾ അതിഗംഭീരമാണ്. അതിന്റെ ഭാഗമായിട്ട് ഈ വരുന്ന 16/5/26 തൃശ്ശൂർ വെച്ച് നടക്കുന്ന ഒരു വലിയ ട്രെയിനിങ് ഉണ്ട്. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം. തൃശ്ശൂർ കുന്നംകുളത്തുള്ള ട്രെയിനിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. കാരണം അത്ര ഗംഭീരമായ ട്രെയിനിങ് ഒക്കെ നമുക്ക് തരുന്നത്. ഇത് എല്ലായിടത്തും നടക്കുന്നുണ്ട്. ഈ ട്രെയിനിങ് 2 വർഷം ഒരിക്കൽ നടക്കുന്ന ട്രെയിനിങ് ആണ്. അപ്പൊ അത്തരം ട്രെയിനിങ്ങുകൾ നിരന്തരം പങ്കെടുക്കുന്നതുകൊണ്ടാണ് എല്ലാവരും വിജയിക്കാൻ കാരണം. അത് ലീഡർഷിപ്പ് സമ്മിറ്റ് എന്ന് പറയും. നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയോട് ചോദിച്ചിട്ട് അതിനെക്കുറിച്ച് കൂടുതലും മനസ്സിലാക്കുക. ഒരാളും മിസ്സാക്കരുത്, ഇരിക്കുന്ന എല്ലാവരും. ഇപ്പൊ നമ്മൾ ഏതാണ്ട് 140 പേര് നമ്മുടെ ഈ പ്രോഗ്രാം പങ്കെടുക്കുക. ഈ 140 പേരും നിങ്ങളുടെ ഫ്രണ്ട്സും അടക്കം ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് അടുത്ത എന്താ ട്രഡീഷണൽ ബിസിനസ്സും ഡയറക്ട് സെല്ലിംഗ് വ്യത്യാസം മനസ്സിലായി. ഇനി ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഇന്ത്യയിൽ ആദ്യം കൊണ്ടുവന്ന ഇദ്ദേഹം അമേരിക്കയിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോകുന്ന സമയത്താണ്, MBA പഠിക്കുന്ന സമയത്താണ് അവിടുത്തെ വിഷയമായിരുന്നു ഡയറക്ട് സെല്ലിംഗ്. കാരണം ആ രാജ്യത്തിലെ 30% മില്യനേഴ്സ് ഉണ്ടായത് ഡയറക്ട് സെല്ലിംഗ് കൊണ്ടാണ്. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഇദ്ദേഹം ആരാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കഥ പറയാനുണ്ട്. കാര്യം പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഇദ്ദേഹം 1933 ട്രാൻസ്ഫോമിംഗ് ലൈഫ്സ് ഓഫ് മില്യൺസ് ഓഫ് ഡയറക്ട്സ്, ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ആൾക്കാർ ലൈഫ് മാറ്റിമറിച്ച ഒരു വ്യക്തി അദ്ദേഹം. കാരണം 88 ലക്ഷം ആളുകൾ ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്നുണ്ട്. അതിൽ ഏതാണ്ട് 50 ലക്ഷത്തോളം ആളുകൾ വർക്ക് ചെയ്യുന്നത് ഈ മോദി കെയർ എന്ന ഈ കമ്പനിയിലാണ്.
ഇത് 96-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന്റെ ഫൗണ്ടർ നോക്കി അറിയാൻ പറ്റും, മിസ്റ്റർ റായ് ബഹദൂർ ഗുജറാമോഡി. അദ്ദേഹം 1933-ലാണ് ഈ ഈ ഒരു പഞ്ചസാര ഫാക്ടറിയുമായിട്ടാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം 27 വ്യവസായങ്ങൾ ഇന്ത്യയിൽ ആരംഭിച്ചു. ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിലെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ സഹായിച്ച മഹത് വ്യക്തികളാണ് ഈ മോദി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോ അവര് അന്ന് ചെയ്തു വെച്ച പ്രവൃത്തിയുടെ ഫലമായിട്ട് 27 വ്യവസായം തുടങ്ങി. രാജ്യം അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി 1972 ആദരിക്കുകയുണ്ടായി. ഇതൊക്കെ വലിയൊരു പോയിന്റാണ്. അതിന്റെ മകനാണ് മിസ്റ്റർ കെ മോഡി, കൃഷ്ണകുമാർ മോഡി. കൃഷ്ണകുമാർ മോഡി അച്ഛൻ ചെയ്തു വെച്ച പാതയില് അച്ഛന്റെ ബിസിനസ് ഇന്ത്യയിൽ മാത്രം 27 വ്യവസായങ്ങളാണെങ്കിൽ അതിനെ 120 രാജ്യങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് കെ മോഡിയാണ്. അത് രാജ്യത്തിന് പിന്നെയും വിദേശ നാണ്യം നേടിത്തരാൻ സഹായിച്ചു. ഉണ്ടോ? ഇവരുടെ പ്രവൃത്തികൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ശ്ലാഘനീയ പ്രവൃത്തികളാണ്. അപ്പൊ അങ്ങനെ ഒരു വലിയ സെറ്റപ്പില് 90,000 കോടി വിറ്റുവരികൾ ഒരു ബിസിനസ്സായിട്ട് മാറ്റി. അതിന്റെ പാർട്ട്ണറായിട്ട് ജനിച്ചപ്പോൾ തന്നെ കോടീശ്വരന വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട സമീർ മോദി അവർ. ഉണ്ടോ? ഇവിടെ പഠിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ലാർജസ്റ്റ് സെറ്റപ്സ് ഇൻ ഇന്ത്യ വിത്ത് മൾട്ടി പ്രൊഡക്റ്റ് മൾട്ടി ചാനൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഓൾറെഡി അവര് മോദി കെയർ മുഖാന്തരം, മോദി എന്റർപ്രൈസ് മുഖാന്തരം ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോഴാണ് സമീർ മോദി സാർ വന്നിട്ട് ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നത്. കാരണം ഇത് മറ്റൊരു ബിസിനസ് മാത്രമാണെങ്കിൽ ഇത് ജനങ്ങളിലേക്ക് മുഴുവൻ സമ്പത്ത് എത്തിക്കാൻ പറ്റും. സമ്പത്തിന്റെ പുനർവിതരണം, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. ആ രീതിയിൽ അദ്ദേഹം ഇന്ത്യയില് ഡയറക്ട് സെല്ലിംഗ് 96 സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി എന്താണ് ആ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത? ഈ കാണുന്ന 18 കാറ്റഗറിയിലെ 900-ഓളം ഉൽപ്പന്നങ്ങളാണ് കമ്പനി ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനകത്ത് ന്യൂട്രീഷൻ, ഹെൽത്ത് ആൻഡ് വെൽനസ് എടുത്തു പറയേണ്ട പ്രൊഡക്റ്റാണ്. ഇത് ഞാൻ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി കമ്പനി എന്ന് ഞാൻ പറയും. എന്നറിയൂ, ഈ ഉൽപ്പന്നങ്ങൾ ഇന്ന് ഇന്ത്യയിൽ ചർച്ചാ വിഷയമായി കഴിഞ്ഞു. അതിനകത്ത് ഇതിന്റെ ന്യൂട്രീഷൻ സെഗ്മെന്റിനകത്ത് മോദിക്ക് സെഗ്മെന്റ്, ഷിഫ്റ്റ് ലൈഫ്, ഷേപ്പ് ഷിഫ്റ്റ്, ഈ 3 റേഞ്ചും ഇന്ന് അത്യുഗ്രൻ പെർഫോമൻസ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഈ പ്രൊഡക്റ്റ് ഏതൊരു സാധാരണക്കാർക്ക് എടുക്കാൻ രീതിയിലുള്ള പ്രോട്ടീൻസ്, വിറ്റമിൻസ്, മിനറൽസ്, ഇതിന്റെ പ്രാധാന്യം ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പോഷകാഹാരങ്ങളുടെ കുറവ് കൊണ്ടാണ് നമുക്ക് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും അധികം ആളുകൾ രോഗാവസ്ഥയിൽ എത്തുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ്, പക്ഷെ ഭക്ഷണം ഒരിക്കലും പോഷകാഹാരമാകണമെന്നില്ല. പക്ഷെ എല്ലാ പോഷകാഹാരവും ഭക്ഷണമാണ്. അപ്പൊ അങ്ങനെ പോഷകാഹാരങ്ങൾ കൊണ്ട് ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് ഉണ്ടാക്കി കമ്പനി നമുക്ക് എത്തിച്ചതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം. 2 കളർ കോസ്മെറ്റിക്സ് സൗന്ദര്യവർദ്ധക വസ്തുക്കളെ ലോകത്തിലെ 3rd റാങ്കുള്ള കമ്പനിയാണ് കളർ ബാർ US എന്ന് പറയുന്നത്. ആ കമ്പനി ഓൺ ബൈ നമ്മുടെ MD സമീർ മോദി അവരാണ് അതിന്റെ ഓണർ. US-ലാണ് കമ്പനി. ആ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ, കളർ ബാർ USA എന്ന കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ നമുക്ക് അർബൻ കളർ രീതിയിൽ ഇന്ത്യയിൽ മോദി കെയറിൽ ലഭ്യമാണ്. നമുക്ക് അടുത്ത മാളുകളിലൊക്കെ ഇതിന്റെ പ്രൊഡക്റ്റ് ലഭ്യമാണ്. അവിടെ 1000-കണക്കിന് രൂപ മുടക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ 4 വിലക്ക് അല്ലെങ്കിൽ 3 വിലക്ക് നമുക്ക് ഈ പ്രൊഡക്റ്റ് നമുക്ക് ലഭ്യമാണ്. അതിന് കളർ കോസ്മെറ്റിക്സ് ഇപ്പൊ 2nd റാങ്ക് അല്ലെങ്കിൽ 3rd റാങ്കുള്ള, ഫസ്റ്റ് റാങ്ക് എലിസബത്ത് ഗാർഡൻ ഗുച്ചി ആണെങ്കിൽ 3rd റാങ്ക് കളർ ബാർ US. ഇത് പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. സ്കിൻ കെയർ, നമ്മുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, സ്കിന്നെ സംരക്ഷിക്കാൻ ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ, നാച്ചുറൽ ഉൽപ്പന്നങ്ങൾ മാത്രം. അത് ഇന്റർനാഷണൽ ക്വാളിറ്റി, 100% മണി ബാക്ക് ഗ്യാരണ്ടി ഉറപ്പുവരുന്നു. അങ്ങനെ ഒരു ഉൽപ്പന്നം പൊട്ടിച്ചുപയോഗിച്ചിട്ട് വേണ്ട, ഇഷ്ടപ്പെട്ടില്ല, ഗുണനിലവാരം ഇല്ല എങ്കിൽ മടക്കി കൊടുത്താൽ പണം തിരിച്ചിരുന്ന ഒരു കമ്പനിയും ഇന്ത്യയിൽ ഇതുവരെ ഇല്ല. എന്നെ അതിശയിപ്പിച്ച ഒരു പോയിന്റ് അതാണ്. ദെൻ ഫുഡ് ആൻഡ് ബെവറേജസ്. ഇന്ന് നാട്ടിലെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങള് മായം കലർന്നതാണ്. ആ ഒരു സമയത്ത് മോദി കെയറിന്റെ ഈ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഇന്ന് ഒരു ചരിത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ തേനും, ഇതിന്റെ നെയ്യും, ഇതിന്റെ പാചക ഉൽപ്പന്നങ്ങളും, ഇതിന്റെ ചായപ്പൊടിയും, ഇതിന്റെ കാപ്പിപ്പൊടിയും, പഞ്ചസാരക്ക് പകരം ഉപയോഗിക്കുന്ന സ്റ്റീവിയയും. പഞ്ചസാര അപകടകാരിയായ ഒരു വസ്തുവാണ്. പഞ്ചസാര നമ്മൾ വീട്ടിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ടതാണ്. അത് നിങ്ങളുടെ ശരീരത്തിന് മുഴുവൻ നശിപ്പിക്കുന്ന കാര്യം പഞ്ചസാര. അതിന് പകരം സ്റ്റീവിയയിലൂടെ, മധുര തുളസിയിലൂടെ എക്സ്ട്രാക്ട് ആയിട്ടുള്ള സ്റ്റീവിയയിലൂടെ നമുക്ക് ആ രീതി സംരക്ഷിക്കാനും, മായമില്ലാത്ത മസാലകളടക്കം, മഞ്ഞപ്പൊടിയും മുളക് പൊടിയും അടക്കമുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ലഭിക്കുകയാണ്. ഇത് കൂടാതെ ഒരു ഗുഡ് ന്യൂസ് ഞാൻ പറയാം. ഈ മാസം, അടുത്ത മാസം കൂടി ആസാദി പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാണ്. അതും ഫുൾ ഗ്യാരണ്ടിയോടെ മോദിക്ക് തരുന്ന പയറ്, പരിപ്പ് ഉൽപ്പന്നങ്ങൾ കൂടി ഒപ്പെത്തുകയാണ്. ദെൻ പേഴ്സണൽ കെയർ, നമുക്ക് വ്യക്തിപരമായി ഉപയോഗിക്കുന്ന അതിന്റെ പേസ്റ്റ്, ആ നീല പേസ്റ്റ് ഒക്കെ എന്റെ വീട്ടില് കഴിഞ്ഞ 6-7 വർഷമായി ഉപയോഗിക്കുന്നതാണ്. നമുക്ക് പല്ലുണ്ടായിക്കൊണ്ടിരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മാറി. പല്ലിന് പുളിപ്പ് ശരിക്കും പറഞ്ഞാൽ 3 മാസം കൊണ്ട് കംപ്ലീറ്റ്, 10 വർഷം പഴക്കമുള്ള പല്ലിന്റെ പുളിപ്പ് 3 മാസം കൊണ്ട് കംപ്ലീറ്റ് മാറി. ആ പേസ്റ്റും ആ സോപ്പ്
TFM എന്ന് പറയും, ടോട്ടൽ ഫാറ്റി മാറ്റർ എന്ന് പറയും. TFM 76 ആണ് ഗ്രേഡ് 1 സോപ്പ്. ആ ഗ്രേഡ് 1 സോപ്പിന് 32 രൂപയുള്ളൂ. മാർക്കറ്റിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് ഗ്രേഡ് 2 ഗ്രേഡ് 3 സോപ്പാണ്, അതിന് 69 രൂപയും. അപ്പൊ ആലോചിച്ച് നോക്കുക എന്തുമാത്രം ലാഭകരമായിട്ടുള്ള നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് മോദി കെയർ നമുക്ക് ലഭിക്കുന്ന നോക്കുക. ഇതേപോലെ ലോണ്ടറി കെയർ, വസ്ത്രത്തിന് യാതൊരു ഡാമേജും ഉണ്ടാക്കാത്ത ലോണ്ടറി കെയറിലെ ഉൽപ്പന്നങ്ങൾ, അത് ലിക്വിഡ് ഫോമിലുണ്ട്, അല്ലാത്ത ഫോമിലുണ്ട്. ദെൻ ഹോം കെയർ, ഇതും കൈക്ക് അലർജി ഉണ്ടാക്കാത്ത പാത്രം കഴുകുന്ന ഉൽപ്പന്നങ്ങൾ അടക്കം, വണ്ടർ ഡ്രോപ്പ് സോറി, ആ ഉൽപ്പന്നങ്ങൾ അടക്കം നമുക്ക് നിറയെ ഉൽപ്പന്നങ്ങൾ, ഇതൊക്കെ വളരെ ലാഭകരമാണ്, ഹൈലി കോൺസെൻട്രേറ്റഡ് ആണ്. നമുക്ക് വെള്ളം ചേർത്ത് ഡൈലൂട്ട് ചെയ്ത് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം കൂടി അടുത്തുണ്ട്. അഗ്രികൾച്ചർ, ഞാൻ ബേസിക്കലി തവനൂർ കാർഷിക കോളേജില് അഗ്രികൾച്ചർ പാസ്സായി ഇറങ്ങിയ ഒരു വ്യക്തിയാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന ലേബർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഞാൻ ചേക്കേറിയെങ്കിലും എന്നെ പഠിച്ച സംഗതി അവിടെയും. ആ അഗ്രികൾച്ചർ ഉൽപ്പന്നങ്ങൾക്ക് കെമിക്കൽസ് ഉപയോഗിക്കാതെ ഇവൻ വളത്തിനെയും കീടനാശിനിയാണെങ്കിൽ അതിന്റെ കൂടെ തന്നെ ഉപയോഗിച്ചും 42% ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ആക്റ്റീവേറ്റിന്റെ പ്രൊഡക്റ്റ് നമ്മുടെ കൂടെയാണെന്ന കാര്യം എനിക്ക് എടുത്തു പറയേണ്ട കാര്യം. ദെൻ ഓട്ടോ കെയർ, നമ്മുടെ വണ്ടി, എനിക്ക് മോദി കെയറിൽ ലഭിച്ച വണ്ടികള് ഞാൻ കഴുകുന്നത് ഇന്ന് ഓട്ടോ കെയറിലെ ഉൽപ്പന്നം കൊണ്ടാണ്. കാര്യം അതിനകത്ത് കെമിക്കൽസ് ഇല്ല, അതിന്റെ പെയിന്റ് ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല, എന്നും നിലനിൽക്കും, അഴുക്ക് പോവുകയും ചെയ്യും. ദെൻ ജ്വല്ലറി, നമുക്ക് 18 ക്യാരറ്റുള്ള ഗോൾഡ് പ്ലേറ്റ് ഉൽപ്പന്നങ്ങൾ മോദി കെയറിൽ ലഭിക്കുന്നുണ്ട്, അത് സൗന്ദര്യവർദ്ധക വ്യത്യസ്ത റേഞ്ചുള്ള ഉൽപ്പന്നങ്ങൾ. ദെൻ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻസ്, ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം ഷേപ്പ് ഷിഫ്റ്റും അതുപോലെ ഷിഫ്റ്റ് ലൈഫുമാണ്. രണ്ട് റേഞ്ചാണത്. ഈ ഷേപ്പ് ഷിഫ്റ്റും ഷിഫ്റ്റ് ലൈഫും, ഷേപ്പ് ഷിഫ്റ്റ് എന്റെ വണ്ണം കഴിഞ്ഞ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ എന്റെ ഉണ്ടായിരുന്ന 9.4 കിലോ ഫാറ്റ് കുറയ്ക്കാൻ സഹായിച്ച ശാസ്ത്രീയമായ ഉൽപ്പന്നങ്ങൾ, വണ്ണം അത്രയും കുറയ്ക്കാൻ സഹായിച്ചു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര നേട്ടോടെ മാറി. അതിനുശേഷം മോദി കെയർ കമ്പനിയുടെ ഒരു ടൂർണമെന്റിൽ പങ്കെടുക്കാൻ എനിക്ക് കേരളത്തിന്റെ ടീമിൽ കയറാനും പങ്കെടുക്കാനും കളിക്കാനും സാധിച്ചു. ബാംഗ്ലൂർ കളിക്കാൻ കഴിഞ്ഞ മാസം സാധിച്ചു. ഞാൻ പറയാൻ കാരണം ഓപ്പോസിറ്റ് കർണാടകയും ആന്ധ്രയുടെ കളിക്കാൻ ഒരു ക്രിക്കറ്റ് താരമായിട്ട് മാറാനും കൂടി ആ വണ്ണം കുറച്ചുകൊണ്ട് സാധിച്ചു. അപ്പൊ ആ വണ്ണം കുറച്ചാൽ നിങ്ങൾക്ക് 1 കിലോഗ്രാം വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ മുട്ടിന്റെ 4 കിലോഗ്രാം പ്രഷറാണ് കുറയുന്നത്. ഈ സത്യം മനസ്സിലാക്കുക. അപ്പോ മുട്ടുവേദന പോലെ പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം പലപ്പോഴും വണ്ണം കൂടുതലായിരിക്കും കാരണം. അപ്പൊ മുട്ടുവേദന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനും വണ്ണം കുറയ്ക്കാനും ശരീരത്തിന്റെ ഉണ്ടാകുന്ന പല പല പ്രോബ്ലംസിനും സൊല്യൂഷനായിട്ട് മോദി കെയറിന്റെ ഉൽപ്പന്നങ്ങൾ മാറിക്കഴിഞ്ഞു. ദെൻ ബ്യൂട്ടി കെയർ, ഇപ്പൊ അതിന്റെ ഊതിന്റെ ഒരു പ്രൊഡക്റ്റ് ഞാനിപ്പോ ഈ പ്രസന്റേഷന് ഒരു മണിക്കൂർ മുമ്പ് എന്റെ മുഖത്ത് ഞാൻ പുറത്തു. കാര്യം നമുക്ക് അങ്ങനെ ഉപയോഗിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭ്യമാണ്. അത് ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. അതുപോലെ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റിനകത്ത് വേറെ ഞാൻ അതിന്റെ ഷിഫ്റ്റ് ലൈഫ് എന്ന പ്രൊഡക്റ്റ് 10ഓളം പ്രൊഡക്റ്റ് ഉണ്ട്. അത് BP ബാലൻസ് ഉണ്ട്, നമുക്ക് ലിവർ സംരക്ഷിക്കുന്ന ഉൽപ്പന്നങ്ങളുണ്ട്, പ്രോസ്റ്റേറ്റ് സംരക്ഷിക്കുന്ന ഉൽപ്പന്നങ്ങൾ, അങ്ങനെ എല്ലാ റേഞ്ചിൽ ഉൽപ്പന്നങ്ങളും നമുക്ക് അതിനകത്തുണ്ട്. അപ്പൊ നമുക്ക് അതിനകത്ത് കാണാവുന്ന പ്രത്യേകത പി പ്രോട്ടീൻ ഒരു എടുത്തു വരേണ്ട പ്രൊഡക്റ്റ് ആണ്. ഇത് 30 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ എല്ലാവരും ഉപയോഗിക്കേണ്ട പ്രൊഡക്റ്റ് ആണ്. ഏത് അസുഖമുള്ള ആൾക്കാർക്ക് ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ അവരുടെ ആരോഗ്യം മെച്ചപ്പെടുന്നത് കാണാൻ പറ്റുന്നുണ്ടാവും. ഒരു 40ഓളം ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഗ്രീൻ സൂപ്പർ ഗ്രീൻ എന്ന പ്രൊഡക്റ്റ് ഉണ്ട്. അടുത്ത് 25 പച്ചക്കറിയും പഴങ്ങളുടെ എക്സ്ട്രാക്ട് ഉണ്ട്. അങ്ങനെ ഒരു സ്കൂപ്പ് കഴിച്ചാൽ നമുക്ക് അത് മെച്ചപ്പെടുത്താൻ പറ്റും. വെജ് കൊളാജൻ ഉണ്ട്. ആ കൊളാജൻ ഉപയോഗിച്ചാൽ സൗന്ദര്യം നമുക്ക് ഒരു 40 വയസ്സ് കഴിഞ്ഞ ആൾക്കാരുടെ 30% സൗന്ദര്യവും അവരുടെ റിങ്കിൾസും ഫൈലൈൻസും ഒക്കെ വന്നിട്ടുണ്ടാവും. ആ പ്രശ്നങ്ങൾ മുഴുവൻ വെറും 8 ആഴ്ച കൊണ്ട് മാറ്റാൻ പറ്റിയ ഉൽപ്പന്നമാണ് വെജ് കൊളാജൻ. അത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. കഴിഞ്ഞ റിട്ടയർ ആയ ശേഷം എന്നെ അട്രാക്ട് ചെയ്ത് ഇതിന്റെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കാൻ ആവശ്യമുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും കമ്പനിയിൽ ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ പോകേണ്ട ആവശ്യമില്ല. ഈ സത്യമാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. ഇതിന് ഡിവൈൻ ചന്ദനത്തിരികള്, നല്ല ക്വാളിറ്റിയുള്ള ചന്ദനത്തിരികൾ, ഇതാണ് ഇങ്ങനത്തെ റേഞ്ച് ഓഫ് പ്രൊഡക്റ്റ് 900 ഉൽപ്പന്നങ്ങൾ കമ്പനിക്കുണ്ട്. ക്യൂടെക്സും ഐലൈനറും മസ്കാരയും അടക്കമുള്ള 900 ഉൽപ്പന്നങ്ങൾ കമ്പനിക്കുണ്ട്. ഞാൻ എത്ര പറയാ, ആസാദി പ്രൊഡക്റ്റിലെ ഇനി വരാമെന്ന പ്രൊഡക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുന്ന അതേ വിലക്ക് പയറും പരിപ്പും ലഭിക്കാൻ പോവാണ്. അതിനും 100% ഗ്യാരണ്ടി ഉണ്ട്. അപ്പോ എന്താ സംഭവിക്കാമെന്ന് നോക്കി, ഗർഗർ ആസാദി എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇത്രയും ഭാഗം മാത്രം മതി. ദീസ് പ്രൊഡക്റ്റ് വിൽ ഹെൽപ്പ് യു ഗെറ്റ് ട്രൂ ആസാദി. നിങ്ങൾക്ക് യഥാർത്ഥ ആസാദി ഈ ഉൽപ്പന്നങ്ങളിലൂടെ ലഭിക്കും. അത് നിങ്ങളുടെ ഇത്ര നാളത്തെ നിങ്ങളുടെ ചെലവ് ഇനി തൊട്ട് വരവായി മാറുകയാണ്. ഇത്ര നാളെ പൈസ മുടക്കി സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ വരുമാനം കിട്ടുന്നവർ ചിന്തിക്കാൻ പറ്റുമായിരുന്നു. ഇന്ന് തൊട്ട് മോദിക്കുള്ള അത് ചിന്തിക്കാൻ പറ്റും. അതെങ്ങനെയെന്ന് പറഞ്ഞുതരാം. ഇതാ അതിന്റെ വെൽ കാറ്റഗറിയിലെ കുറെ ഉൽപ്പന്നങ്ങൾ. ചവനപ്രാശം 215 രൂപ MRP ഉള്ളൂ. എല്ലാ ആയുർവേദ കണ്ടന്റിനകത്ത് അടങ്ങിയിട്ടുണ്ട്. നോനി ജ്യൂസ്, അമല ജ്യൂസ്, അലോവേര ജ്യൂസ്, കുട്ടികൾക്കുള്ള സ്ട്രോങ് ആൻഡ് സ്മാർട്ട്, അവരുടെ ആരോഗ്യം ഒരു
3 ആഴ്ച കൊണ്ട് അവർ ആരോഗ്യം തിരിച്ചു കിട്ടും. എപ്പോഴും ചുമയും കോൾഡും കഫുള്ള കുട്ടികൾക്ക് അവർ ആരോഗ്യം തിരിച്ചു കിട്ടാൻ പറ്റും. ഓൾ പ്ലാന്റ് പ്രോട്ടീൻ പൗഡർ, ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. ഇനി ഇത് പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ഈ പ്രോട്ടീൻ പൗഡർ കൊണ്ട് അത്ഭുതം ഉണ്ടാക്കിയിട്ടുണ്ട്. 84.2% നാച്ചുറൽ പ്രോട്ടീൻ കിട്ടുന്ന ഇന്ത്യയിലെ ഏക ഉൽപ്പന്നമാണ് ഈ കാണുന്നത്. അതുപോലെ മുട്ടുവേനക്ക് ഉപയോഗിക്കുന്ന തേയ്മാനം അതിന് തിരിച്ചു വരാൻ സാധിക്കുന്ന ഗ്ലൂക്കോസമിൻ ബോസ്ഫേലിയ സെരാട്ട എന്ന ചെടിയുടെ എക്സ്ട്രാക്ട് ആണ്. നമുക്ക് ഷുഗർ ലെവൽ കൺട്രോൾ ആക്കാൻ സഹായിക്കുന്ന കരയില ജാമൻ ജ്യൂസ്, എന്റെ സ്വന്തം ഷുഗർ തന്നെ കൺട്രോൾ ആക്കാൻ എനിക്ക് സഹായിച്ച പ്രൊഡക്റ്റാണ്. അതുപോലെ അന്റാർട്ടിക് ക്രിൽ ഓയിൽ, സമുദ്രത്തിന്റെ 16 അടി താഴെ വരുന്ന ക്രില്ലിൽ ജീവി നിന്നിട്ടുള്ള ഈ ക്രിൽ ഓയിൽ, ഇതൊക്കെ എന്താ പറയാ, ഈ ഓപ്പർച്യൂണിറ്റിയിലെ ഏറ്റവും മനോഹരമായ കാര്യം ഈ ഉൽപ്പന്നങ്ങളാണ്. ഇത്രയും ക്വാളിറ്റി ഉള്ള ഇന്റർനാഷണൽ ക്വാളിറ്റിയിലെ ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭിച്ചതാണ് നമ്മുടെ ബിസിനസ് ഇത്രമാത്രം വൺ ഹിറ്റായിട്ട് മാറാൻ കാരണം. നിങ്ങൾക്കും ഇത് പരിചയപ്പെടുത്താം. നിങ്ങൾ ഉപയോഗിക്കുക, സെൽഫ് യൂസ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഉപയോഗിക്കുക, നിങ്ങൾക്ക് കിട്ടിയ അനുഭവം മറ്റുള്ളവർ ഷെയർ ചെയ്യുക. അത് കൊണ്ടു നടക്കുന്ന ബിസിനസ് അല്ലത്. നമ്മൾ ഉപയോഗിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇതെങ്ങനെ നമുക്ക് ഇത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും? ഈ ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എങ്ങനെ മാറ്റുക? ഇതിനകത്ത് ഈ ഫ്രീഡം സാനിറ്ററി നാപ്കിൻ പറയാതിരിക്കാൻ പറ്റില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. സ്ത്രീകളെ ഏറ്റവും സംരക്ഷിക്കുന്ന സാനിറ്ററി നാപ്കിൻ അത്. അതിനകത്ത് 5-in-1 ടെക്നോളജി അടങ്ങിയിട്ടുള്ളതാണ്. ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ഒറിജിനൽ ആയിട്ടുള്ള കോട്ടൺ ഉപയോഗിച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. കെമിക്കൽസ് മറ്റുള്ള പ്ലാസ്റ്റിക് ഐറ്റംസ് ഉപയോഗിക്കാത്തത്. മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാം പ്ലാസ്റ്റിക്സ് ഐറ്റംസ് കടന്നിട്ടുള്ളതാണ്. ഇത് പ്ലാസ്റ്റിക്സ് ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത് ഡിമാൻഡ് ആകാൻ കാരണം. ഈ ഫ്രീഡം സാനിറ്ററി നാപ്കിൻ ഇത് അവിടെ നമുക്ക് ആരോഗ്യം സംരക്ഷിക്കുന്ന ഫുഡ് ആൻഡ് ബെവറേജ് ഐറ്റംസ്, നിരവധി കാര്യങ്ങളുണ്ട്. ഈ ഉൽപ്പന്നങ്ങള് നിങ്ങൾക്ക് എന്താണ് തരുന്നത് പറയാം. ഈ വാച്ച് ഞാൻ എന്റെ കയ്യിൽ ധരിച്ചിരിക്കുന്ന വാച്ച് ശ്രദ്ധിക്കുക. ഇത് മോദിക്കേന്റെ സമീർ മോദി വാച്ചാണ്. ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പൊ 2 വർഷമായി. വളരെ ബെസ്റ്റ് പെർഫോമൻസ് കാണിക്കുന്നു. ഇത് കാണിക്കുന്നത് നമുക്ക് മൊബൈലിന്റെ ബാക്കിൽ ഒട്ടിക്കുന്ന ചിപ്പാണ്, എൻവിറോ ചിപ്പ് എന്ന് പറയും. ഇത് ഒട്ടിച്ച് നമുക്ക് മൊബൈലിന്റെ റാൻഡം ആയിട്ട് നമുക്ക് ശരിക്കും ഡയറക്റ്റ് ആയിട്ട് ഹിറ്റ് ചെയ്യുന്ന ആ വേവ്സിനെ റാൻഡം ആയിട്ട് മാറ്റി തരുന്നു. അപ്പോ നമുക്ക് ഒരു സ്ഥിരമായിട്ട് അടിക്കുന്ന വേവ് ലെങ്തിനെ റാൻഡം ആയിട്ട് മാറ്റുന്നതോടെ നമ്മുടെ ശരീരത്തിലേക്ക് റേഡിയേഷന്റെ അളവിനെ കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുന്നു. അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ എന്നൊരു ഗ്ലോബ് വെച്ചാൽ നമ്മുടെ മുറിയിൽ തന്നെയുള്ള നമ്മുടെ ഈ ട്യൂബ്ലൈറ്റും അങ്ങനെ ഭാഗത്ത് ലഭിക്കുന്ന റേഡിയേഷൻസിനെ തടുക്കാൻ അത് സാധിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ വീട്ടില് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. ഇത് വണ്ണം കുറയ്ക്കുന്ന ഉൽപ്പന്നം. എന്നെ ഒരു 9 കിലോ കുറച്ച് എന്നെ പീരിവില് ആക്കി തന്നത് ഈ ഉൽപ്പന്നമാണ്. ഞാൻ ഒരുപാട് നന്ദി പറയാൻ. ഇതാണ് ഷിപ്പ് ലൈഫിലെ ഉൽപ്പന്നങ്ങൾ. ഈ റേഞ്ചിലെ പ്രൊഡക്റ്റ് നമ്മൾ ശരിക്കും പഠിക്കേണ്ട വിഷയമാണ്. നമ്മുടെ BP ബാലൻസ് ചെയ്യാനും സൗന്ദര്യം വർദ്ധിപ്പിക്കാനും വയറിന്റെ പ്രശ്നങ്ങൾ വഹിക്കുന്ന 50 ബില്യൺ CF ഉള്ള ഉൽപ്പന്നങ്ങളും അടക്കം ഇത് ഒരു ഗംഭീര റിസൾട്ട് ആയിരുന്നു. ഇതാണ് ഫോറസ്റ്റ് നട്ടിനകത്ത ഉൽപ്പന്നങ്ങൾ. അതിനകത്ത് ഊതിന്റെ ആ സ്കിൻ മോയ്സ്ചറൈസർ ഞാനിപ്പോ ലാസ്റ്റ് ഉപയോഗിച്ചേക്കുന്നത്. ഇത് സോൾസെപ്പ് ആണ്. ഇത് നമുക്ക് അടുക്കളയിലെ ഒരു റെവല്യൂഷൻ ആണ്. ഈ പാത്രത്തില് മറ്റുള്ള ഘടകങ്ങൾ പ്ലാസ്റ്റിക്കിന്റെ അപകടകരമായ അവസ്ഥയില്ലാത്തതുകൊണ്ട് ഇത് എത്ര നാളും നമുക്ക് പാചക സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ, ധാന്യങ്ങൾ സൂക്ഷിക്കാൻ പറ്റും. കേടുപെടുത്തില്ല. മാത്രമല്ല അതിനകത്ത് ഏറ് മുഴുവൻ നമുക്ക് മാറ്റി ഏറില്ലാത്ത അവസ്ഥയിൽ ആ ധാന്യങ്ങൾ സൂക്ഷിക്കാൻ പറ്റും. അപ്പൊ ഒരുപാട് നാളെ നീണ്ടു നിൽക്കുന്ന ഷെൽഫ് ലൈഫ് കിട്ടുന്ന ഉൽപ്പന്നങ്ങളാണ്. ഇത് ഇന്ത്യയിലെ മറ്റുള്ള കമ്പനികൾ കൊടുക്കാൻ പറ്റാത്ത ഒരു വൈവിധ്യമായ റേഞ്ചാണ് ഈ ഒരു ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ. എങ്ങനെയാണ് 2 മാർഗങ്ങളിലൂടെ നമുക്ക് മോദിക്ക് നിങ്ങളുടെ പാർട്ണറാക്കി മാറ്റാം. ഒന്ന്, നിങ്ങൾക്ക് ജസ്റ്റ് പ്രൊഡക്റ്റ് മാത്രം വാങ്ങിച്ച് ഉപയോഗിച്ചാൽ മതി. നിങ്ങൾക്ക് ഒരു പ്രിഫേർഡ് കസ്റ്റമർ ആകാം. നിങ്ങൾക്ക് ബിസിനസ്സിനും താല്പര്യമുണ്ട്, ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ താല്പര്യം, നിങ്ങൾക്ക് ബിസിനസ് അഡ്വൈസറും ആകാം. എന്താണ് പ്രിഫേർഡ് കസ്റ്റമറിന്റെ ഗുണം വെച്ചാല് അവർക്ക് ഈ പറഞ്ഞ ഗുണങ്ങൾ മുഴുവൻ ലഭിക്കും. അതെന്താണ്? ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രൊഡക്റ്റ് ലഭിക്കും. റീസണബിൾ പ്രൈസ്, ഒരു 33% വരെ അവർക്ക് കുറവ് ലഭിക്കും. 100% സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി ലഭിക്കും. പൊട്ടിച്ചുപയോഗിച്ചാലും അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മടക്കി കൊടുത്താൽ പണം മടക്കി ലഭിക്കും. എല്ലാ പ്രൊഡക്റ്റിനും 30% ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓൺ എവരി പർച്ചേസ് 10% ഫ്രീ പ്രൊഡക്റ്റ് ഉണ്ട്. ഓരോ പ്രാവശ്യം പർച്ചേസ് ചെയ്യുമ്പോഴും ഓരോ 2000 രൂപയ്ക്കും 3000 രൂപയ്ക്കും 5000 രൂപയ്ക്കും നമുക്ക് 10% പ്രൊഡക്റ്റ് ഫ്രീ ലഭിക്കും. അങ്ങനെ 10000 രൂപ വരെ നമുക്ക് ഫ്രീ പ്രൊഡക്റ്റ് ലഭിക്കുന്നുണ്ട്. ഉണ്ടോ? അടുത്തത് മോദിക്ക് ലോയൽറ്റി ബോണസ്. 6 മാസം പ്രൊഡക്റ്റ് ഉപയോഗിച്ചാല് 7ാമത്തെ മാസം 1 മാസം പ്രൊഡക്റ്റ് ഫ്രീ ലഭിക്കും. 12 മാസം സ്ഥിരമായിട്ട് ഉപയോഗിക്കും. എല്ലാ മാസം 25-ാം തീയതിക്കും പർച്ചേസ് ചെയ്യണം കേട്ടോ. ആ ആൾക്കാർക്ക് മാത്രം ഈ മാസം അങ്ങനെ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് 12 മാസം കഴിഞ്ഞാൽ പിന്നെയും 2 മാസം പ്രൊഡക്റ്റ് ലഭിക്കും. മൊത്തം 1 വർഷം 3 മാസത്തെ പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് ലഭിക്കും. അത് ലോയൽറ്റി പ്ലസ്. അത് മാക്സിമം 30,000 രൂപ വരെ പ്രൊഡക്റ്റ് വാങ്ങിക്കാം. ഈ പ്രൊഡക്റ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ അവർക്ക് മ്യൂസിക് സിസ്റ്റമോ ലീഡിംഗ് ആയിട്ടുള്ള ബോട്ടിന്റെ സ്പീക്കർ സിസ്റ്റമോ മിക്സറോ ഗ്രൈൻഡറോ എന്ത് വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാനും ഉള്ള ഓപ്ഷൻ കമ്പനി കൊടുത്തിട്ടുണ്ട്.
ഇവിടെ എക്സാമ്പിൾ നോക്കുക. MRP 3600 MRP ഉള്ള സാധനം ഒരു പ്രിഫേർഡ് കസ്റ്റമർക്ക് അല്ലെങ്കിൽ അഡ്വൈസർക്കും 3000 രൂപ കൊടുത്താൽ മതി. പ്രിഫേർഡ് കസ്റ്റമർക്ക് വേറെ വ്യക്തികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല, വരുമാനം ലഭിക്കില്ല. അവർക്ക് ബിസിനസിന്റെ പ്രൊഡക്റ്റിന്റെ ഓഫർ മാത്രമേ ലഭിക്കുള്ളൂ. ഇപ്പൊ ഡിസ്കൗണ്ട് ആയിട്ട് അവർക്ക് 600 ലഭിക്കും, ഉണ്ടോ? 3600 ലഭിക്കുന്നുണ്ട്. അപ്പൊ തന്നെ 600 കുറച്ച് കിട്ടി. ദെൻ ഫ്രീ പ്രൊഡക്റ്റ് അവർ 10% പ്രൊഡക്റ്റ് കിട്ടുന്നു, 300 പ്രൊഡക്റ്റ് ഫ്രീ ലഭിക്കുന്നു. ലോയൽറ്റി 6 മാസം എടുക്കുമ്പോൾ അവർക്ക് 1 മാസം പ്രൊഡക്റ്റ് ഫ്രീ എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് 600 രൂപ എവരി മന്ത് അവർക്ക് ഫ്രീ ലഭിക്കുന്നുണ്ട്, ഉണ്ടോ? മൊത്തം 1500 രൂപയാണ് ഒരു പ്രിഫേർഡ് കസ്റ്റമർക്ക് ബെനിഫിറ്റ് ലഭിക്കുന്നത്. ഈ ഒരു അഡ്വൈസർ ആണെങ്കിലോ, പ്രിഫേർഡ് കസ്റ്റമർ നേരത്തെ പറഞ്ഞ വരുമാനം മാത്രമാണ് ഉള്ളതെങ്കിൽ അഡ്വൈസർക്ക് അതിന് ലഭിക്കും ഈ പറയുന്ന 11 വരുമാനവും ലഭിക്കും. അത് അപ്രോക്സിമേറ്റ്ലി 72% ഇൻകം അവർക്ക് ലഭിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ഡ്രീം ലൈഫ് സ്റ്റൈൽ അവർക്ക് ഭാഗമാക്കി മാറ്റാം, ഉണ്ടാവും. ഡ്രീം ഇൻകം മാത്രമല്ല, ഒരു ഡ്രീം ലൈഫ് സ്റ്റൈൽ അവർക്ക് വെഹിക്കിൾ ബോണസ് ലഭിക്കുന്നുണ്ട്, നാഷണൽ ട്രാവൽ ബോണസ് ലഭിക്കുന്നുണ്ട്, വേൾഡ് ടൂർ ലഭിക്കുന്നുണ്ട്, ലക്ഷറി കാർ ഫണ്ട് ലഭിക്കുന്നുണ്ട്. ഞാൻ അതിലൂടെ 13 ലക്ഷം രൂപയുടെ മഹീന്ദ്ര SUV വെർഷൻ 8 എനിക്ക് വാങ്ങിക്കാൻ പറ്റി, 13 ലക്ഷം രൂപയുടെ. ദെൻ ഒരു SUV എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള ഒരു എംപ്ലോയെ സംബന്ധിച്ചുള്ള ചിന്തിക്കാൻ പറ്റാത്ത കാര്യം. എന്റെ സ്പോൺസർ വാങ്ങിച്ചേക്കുന്ന BMW ആണ്, പലരും വാങ്ങിച്ചേക്കുന്ന പല കൊളീഗ്സും വാങ്ങിച്ചേക്കുന്ന ബെൻസ് വാങ്ങിക്കാൻ പറ്റി. അപ്പൊ നമുക്ക് പറയേണ്ട കാര്യം, അത്രയും ആളുകൾക്ക് കളർഫുൾ ആയിട്ടുള്ള 200-ലധികം കാറുകൾ മോദിക്കിലൂടെ നമ്മുടെ ടീം ഗ്ലോബലിൽ തന്നെ നേടാൻ സാധിച്ചിട്ടുണ്ട്. അതിന് കാരണം മുഴുവൻ ഈ ബിസിനസിനോടുള്ള 100-100ഓളം മില്യനേഴ്സ് ഉണ്ടായിട്ടുണ്ട്, 1 ലക്ഷം വരുമാനം വാങ്ങിക്കുന്ന ആളുകൾ. അപ്പൊ ഇതൊക്കെ നമുക്ക് പഠിക്കേണ്ട ഒരു ലെസൺസാണ്. ഡ്രീം ഹൗസ്, ഒരു 100-ലധികം ആളുകൾ കേരളത്തിലെ മോദിക്കിലൂടെ അവരുടെ സ്വന്തം വീട് സ്വന്തമാക്കി, കാർ സ്വന്തമാക്കിയ 200-300 ആൾക്കാർ കേരളത്തിൽ മാത്രമുണ്ട്. ഇന്ത്യ ഒട്ടാകെ 10,000 വാങ്ങിച്ചു കഴിഞ്ഞു. അപ്പൊ അത്രയും പേരിലെ കുടുംബങ്ങളിലേക്ക് സമൃദ്ധി എത്തിക്കുക എന്ന് ഞാൻ പറഞ്ഞു, ഘർ ഘർ ആസാദി. ആ പ്ലാനാണ് ഇവിടെ നടപ്പിലാവുന്നത്. സേവിംഗ് ഫോർ കൺസപ്ഷൻ 33% ഉണ്ടോ? ആക്ടിവേഷൻ ബോണസ് 15%. ഡയറക്ടർ ബോണസ്, ഡയറക്ടർ ആകുമ്പോൾ നമുക്ക് 17% ബോണസ് ലഭിക്കുന്നുണ്ട്, ഡയറക്ടർ ബോണസ്. അപ്പോൾ നമുക്ക് ബൈക്ക് വാങ്ങിക്കാനുള്ള 3% ബോണസ് ലഭിക്കും. ഇന്ത്യ ഒട്ടാകെ കറങ്ങാനുള്ള നാഷണൽ ട്രാവൽ ഫണ്ട് 4% ലഭിക്കും. മെന്റർഷിപ്പ് ബോണസ്, ഏറ്റവും വലിയ വരുമാനം അതാണ്. ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്യുന്നതോട് നമുക്ക് മെന്റർഷിപ്പ് വരുമാനം ലഭിച്ചു തുടങ്ങും. വേൾഡ് ടൂർ ഫണ്ട്, നമുക്കൊരു 2 ഓർഗനൈസേഷൻ ഡയറക്ടർ ആകുമ്പോൾ നമുക്ക് വേൾഡ് ടൂർ ഫണ്ട് ലഭിച്ചു തുടങ്ങും. ലക്ഷറി കാർ ഫണ്ട്, 3 ഓർഗനൈസേഷൻ ഡയറക്ടർ ആകുമ്പോൾ നമ്മൾ SCD എന്നറിയപ്പെടും, അവിടെ SCD കാർ ഫണ്ട് ലഭിച്ചു തുടങ്ങും 5%. ഡ്രീം ഹൗസ് ഫണ്ട്, നമുക്ക് വീട് വെക്കാനുള്ള ഫണ്ട് 4 ഓർഗനൈസേഷൻ ഡയറക്ടർ ആകുമ്പോൾ നമുക്ക് പ്ലാറ്റിനം എന്നറിയപ്പെടും, ആലോചിച്ചിട്ട് നമുക്ക് അത് ആരംഭിക്കും. റെഡ് ഡയമണ്ട് ക്ലബ് ബോണസ്, അപ്പൊ അവർക്കൊരു 4% ബോണസ് ഉണ്ട്. ബ്ലൂ ഡയമണ്ട് ബോണസ്, അവർക്കൊരു 3% ബോണസ് ഉണ്ട്. ഞാൻ അതിനകത്ത് ഈ റെഡ് ഡയമണ്ട് ക്ലബ്ബ് ബോണസ് വാങ്ങിക്കാൻ അർഹതപ്പെട്ട വ്യക്തിയാണ്. ആ ക്ലബിലേക്ക് എനിക്ക് കയറാൻ സാധിച്ചു. അതിന് മുഴുവൻ ക്രെഡിറ്റും ഈ ടീം ഗ്ലോബൽ സിസ്റ്റത്തിനും ഇതിന് ലീഡർഷിപ്പും ആ കമ്പനി എടുക്കുന്ന സപ്പോർട്ടുമാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ പ്രത്യേകിച്ച് കഴിവൊന്നുമല്ല ഇമ്പോർട്ടന്റ്. കാരണം ഞാൻ കണ്ടത് 4ാം ക്ലാസ് ജയിച്ചു 5ൽ തോറ്റ ഒരു ലേഡിയാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങിക്കുന്ന ലേഡി. അപ്പൊ എന്ത് മനസ്സിലായി? വിദ്യാഭ്യാസം വേണ്ട. അപ്പൊ എന്റെ സ്പോൺസർ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിലെ ചീഫ് എഞ്ചിനീയർ ആണ്, ആയിരുന്ന വ്യക്തിയാണ്, ഫിലിപ്പ് സിംഗ് സാർ, HAL ബാംഗ്ലൂരിൽ. അദ്ദേഹം ആ ജോലി ഒരു 5 വർഷം കൊണ്ട് റിസൈൻ ചെയ്തിട്ട് ഫുൾ ടൈം ആയിട്ട് മോദിക്കർ ചെയ്യുന്നു. അവർ റിസൈൻ ചെയ്യുന്ന മുമ്പ് അദ്ദേഹം മോദിക്കർ അദ്ദേഹം വരുമാനം വാങ്ങിച്ചിരുന്നത് 2 ലക്ഷം രൂപ മോദിക്കർ വാങ്ങിച്ച ശേഷം അദ്ദേഹം ജോലി റിസൈൻ ചെയ്ത് ഫുൾ ടൈം ആയിട്ട് മോദിക്കർ ചെയ്യുന്നു. ഇന്ന് അദ്ദേഹം ഇതിലൂടെ കഴിഞ്ഞ 20 വർഷം കൊണ്ട് ഇന്ത്യ ഒട്ടാകെ ഒരുപാട് അസറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഇന്ത്യ ഒട്ടാകെ എല്ലാ സ്റ്റേറ്റുകളിലും ബിസിനസ് വിതരണ ശൃംഖല വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ വ്യക്തികളൊക്കെ നമുക്കുണ്ട്. എന്റെ സ്പോൺസർ ദിനേശ് ആൻഡ് ജിഷാദ് അവർ, ഈ 2 പേരും നമ്മുടെ ബിസിനസിനകത്ത് സൗത്ത് ഇന്ത്യയിലെ ടോപ്പ് ഇൻകം ഏണേഴ്സ് ആണ്. അതൊക്കെ എത്ര രസകരമാണെന്ന് നോക്കി. അവരാകെ ബിസിനസ് ആയിട്ട് 12 വർഷമേ ആയിട്ടുള്ളൂ. മോദിക്കരോട് ബിസിനസ് ആയിട്ട് 25 വർഷമായി. വെറും 12 വർഷം കൊണ്ട് അവർക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തികളെക്കാൾ ഒപ്പം വരുമാനം വാങ്ങിക്കാൻ സാധിക്കുന്ന ഈ പ്ലാന്റെ പ്രത്യേകതയാണ്. മുകളിൽ നിൽക്കുന്ന വരുമാനം കിട്ടുന്ന ഇല്ലീഗൽ പിരമിഡ് സ്കീം അല്ല, ഇത് പ്യുവർ ജനറേഷൻ പ്ലാൻ ആണ് നിൽക്കുന്നത്. ആ ബ്യൂട്ടി കൊണ്ട് എത്ര പേർക്ക് എത്ര വലിയ വരുമാനം 9 മാസം കൊണ്ട് 1 ലക്ഷം വാങ്ങിച്ച ആൾക്കാരും 16 മാസം കൊണ്ട് 1 ലക്ഷം വാങ്ങിച്ച ആൾക്കാരും നിരവധി പേര് ഇന്ന് കേരളത്തിലുണ്ട്. അപ്പൊ പഠിക്കേണ്ട കാര്യം, ഇതിന് സിസ്റ്റമാണ് ഇമ്പോർട്ടന്റ്. ആ സ്പീഡിൽ നമുക്ക് പോകാൻ സാധിക്കണം. എങ്ങനെയാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇത്ര വലിയ ഇൻകം ഉണ്ടാക്കാൻ സാധിക്കുക? കുറച്ച് പോയിന്റ്സ് പെട്ടെന്ന് ഞാൻ പറയാണ്. ഒന്ന്, ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രൊഡക്റ്റ് പറഞ്ഞു, 100% മണി ബാക്ക് ഗ്യാരണ്ടി പറഞ്ഞു, എല്ലാ പ്രൊഡക്റ്റിനും 30% ഡിസ്കൗണ്ട് പറഞ്ഞു, എല്ലാ പർച്ചേസിനും നമുക്ക് 10% ഫ്രീ പ്രൊഡക്റ്റ് പറഞ്ഞു, മോദിക്ക് ലോയൽറ്റി ബോണസ് പറഞ്ഞു. കൂടാതെ ഈ മാസം തുടങ്ങി കമ്പനി 3 ഷെയർ വരെ 100 പോയിന്റ് വാല്യൂ ചെയ്യുന്നവർക്ക് 3 ഷെയർ വരെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തരാൻ പോവാണ് ഈ മാസം തൊട്ട്. ഇതാണ് മെയിൻ ഹൈലൈറ്റ്. ആക്ടിവേഷൻ ബോണസ് 11% എന്ന് പറയും. അത് നിങ്ങളെ വിളിച്ച വ്യക്തിയോട് ചോദിച്ച് കൂടുതൽ കാര്യം മനസ്സിലാക്കുക.
പോയിന്റ്സ് നോക്കുക. കണ്ടോ, നമുക്ക് എന്താ ഗ്യാരണ്ടി? 100% മണി ബാക്ക് ഗ്യാരണ്ടി. പുറത്തെ കടയിൽ കിട്ടൂ? ഇല്ല. ഡിസ്കൗണ്ട് നോക്കുക, പുറത്തെ കടയിൽ ഇല്ല. നമുക്കിവിടെ 20% വരെ ഡിസ്കൗണ്ട് ലഭിക്കുന്നു. സപ്പോസ് നിങ്ങളൊരു 6480 രൂപ MRP ഉള്ള ഉൽപ്പന്നങ്ങൾ 5400 രൂപ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1080 ഡിസ്കൗണ്ട് ലഭിക്കുകയാണ്. ഓഫർ എന്താണുള്ളത്? 10% ഫ്രീ പ്രൊഡക്റ്റുള്ളതുകൊണ്ട് 600 രൂപ ഫ്രീ ലഭിക്കുന്നുണ്ട്. ക്യാഷ് ബാക്ക് എന്താ കിട്ടുക? 3 ഷെയർ ലഭിക്കുക. കേട്ടോ, ഏതാണ്ട് 270 രൂപ 100 പീസ് നാക്കി ലഭിക്കുക. ലോയൽറ്റി നോക്കി 20% നമുക്ക് ലഭിക്കുക ഓരോ പർച്ചേസിനകത്തും. അപ്പൊ ആ ഒരു മാസം നിങ്ങൾക്ക് 1050 രൂപയുടെ ലോയൽറ്റി നിങ്ങളുടെ അക്കൗണ്ടിൽ സ്റ്റോർ ആയി കിടപ്പുണ്ട്. കൃത്യമായിട്ട് 6 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മുഴുവൻ പ്രൊഡക്റ്റും ഈ 5400 രൂപ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. ഈ എക്സാമ്പിളിനകത്ത് ടോട്ടൽ നോക്കി 56% നിങ്ങൾക്ക് മോദിക്ക് തിരിച്ചു തരിക. മറ്റ് പുറത്തെ ഷോപ്പിലോ അത് ലഭിക്കുന്നില്ല. അങ്ങനെ 3030 രൂപ 5400 മുടക്കിയപ്പോ 3030 നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുക. ഇതാണ് ഇതിൽ പഠിക്കേണ്ട പ്രധാന പോയിന്റ്. ഇതാണ് ഇതിന്റെ കാതലായ ഭാഗം. ഇതെങ്ങനെ ലഭിക്കുന്നു? എന്താണ് ആക്ടിവേഷൻ ബോണസ് 15% തരുന്നത്? ഈ ഒരു ഭാഗം പറഞ്ഞ് നമുക്ക് ക്ലോസ് ചെയ്യാം. അതായത് നിങ്ങൾ 100 പോയിന്റ് വാല്യൂ ബിസിനസ് ചെയ്യുന്ന വ്യക്തി, അങ്ങനെ 6000 രൂപ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന വ്യക്തിയാണെങ്കിൽ കമ്പനി നിങ്ങൾക്ക് 3 ഷെയർ അപ്പം തന്നെ ലഭിക്കും. 3 ഷെയർ അപ്പം തന്നെ ലഭിക്കും. പിന്നെ എങ്ങനെ ഷെയർ കിട്ടുന്ന മാർഗമുണ്ടോ? മാർഗമുണ്ട്. എന്താണത്? നിങ്ങൾ 2 പേരെ കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾക്ക് 1 ഷെയർ എക്സ്ട്രാ ലഭിക്കും. ഉണ്ടോ? 2 പേരും പർച്ചേസ് ചെയ്യണമെങ്കിൽ. 3 പേര് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 2 ഷെയർ എക്സ്ട്രാ ലഭിക്കും. 4 പേരും പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 3 ഷെയർ എക്സ്ട്രാ ലഭിക്കും. ഈ എക്സാമ്പിൾ കാണാൻ പറ്റും. ഈ വ്യക്തിക്ക്, ഈ ഗോൾഡ് ഫാസ്റ്റ് സ്റ്റാർട്ട് അച്ചീവർ ആയ വ്യക്തിക്ക് 6 ഷെയർ ലഭിച്ചു. ഉണ്ടോ? അപ്പൊ ഒരു ഫാസ്റ്റ് സ്റ്റാർട്ട് പ്രോഗ്രാം ഈ മാസം കമ്പനി ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യക്തി ഒരു മാസം 300 പോയിന്റ് വാല്യൂ എത്തുകയാണെങ്കിൽ ആ വ്യക്തിക്ക് കമ്പനി 750 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് ലഭിക്കുന്നതാണ്. ഉണ്ടോ? അപ്പൊ 2 കാര്യം സംഭവിച്ചു. 6 ഷെയറിന്റെ തുക നമുക്ക് 540 രൂപ ലഭിച്ചു. ഒരു ഷെയറിന് ഏകദേശം ഉദ്ദേശ കണക്ക് പറയാണ് 90 രൂപ വെച്ചിട്ട് 6 ഷെയറിന് 540 ലഭിച്ചു. ഒപ്പം അദ്ദേഹം 4 ഓർഗനൈസേഷൻ ഈ മാസം സ്റ്റാർട്ട് ചെയ്തു. അതിന് 750 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് ലഭിച്ചു. മൊത്തം ആ ബെനിഫിറ്റ് നോക്കി, ക്യാഷ് ബെനിഫിറ്റ് മാത്രം തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് 1290 രൂപയുടെ ബെനിഫിറ്റ് ലഭിച്ചു. പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാന്ന് തന്നെ പറയാം. ഉണ്ടോ? ആ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ 1290 വരുമാനം ലഭിച്ചേക്കണമെന്ന കാര്യം കൂടി മനസ്സിലാക്കണം. അടുത്ത ചെയ്ത് നോക്കാം. അദ്ദേഹം അങ്ങനെ ഒരു ബിസിനസ് കെട്ടിപ്പടുക്കാൻ തയ്യാറായത് മാത്രം അതിൽ 2 ഗ്രൂപ്പുകാര് ഇതേപോലെ 6 ഷെയർ വാങ്ങിക്കുന്ന വ്യക്തിയുടെ മാറി. ഉണ്ടോ? 2 എയും ബിയും അങ്ങനെ മാറി. സിയും ഡിയും 100 ഷെയർ 100 ബി മാത്രം വാങ്ങിച്ചു 3 ഷെയർ വാങ്ങിച്ചുള്ളൂ. ഇവിടെ സംഭവിച്ചത് 1100 പോയിന്റ് വാല്യൂ എത്തുമ്പോൾ അദ്ദേഹം ഡയറക്ടർ റാങ്കിലേക്ക് ക്വാളിഫൈ ചെയ്യും. കമ്പനിയുടെ ഡയറക്ടറായിട്ട് മാറുകയാണ്. നിങ്ങൾ വരുന്ന എല്ലാവരുടെയും ആദ്യ ലക്ഷ്യം ഈ ഡയറക്ടർ ആകുക എന്ന കടമയാണ്. തസ്നീം അറിയാതെ കൈ കൊള്ളുന്നുണ്ട് നമ്മുടെ ഫ്രെയിമിനകത്ത്. കാരണം അത് തസ്നീമിന്റെ ഫ്രെയിം എടുത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോ ഏതാണ്ട് 5345 രൂപ ഡയറക്ടർ റാങ്കിൽ അതിൽ ലഭിക്കുക. സെക്കൻഡ് മാസമോ തേർഡ് മാസമോ അതിന് ഡയറക്ടറായിട്ട് ഈ വരുമാനം വാങ്ങിക്കാൻ ഒരു അവസരമുണ്ട്. ഈ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും? വെഹിക്കിൾ ബോണസ് ആയിട്ട് നമുക്ക് ബൈക്ക് വാങ്ങിക്കാനുള്ള ബോണസ് ലഭിക്കും. നാഷണൽ ട്രാവൽ ഫണ്ടായിട്ട് നമുക്ക് ഒരു 5000 വരെ മാക്സിമം ലഭിക്കും. വെഹിക്കിൾ ബോണസ് ആയിട്ട് 2500 വരെ ഒരു മാസം നമുക്ക് ഡയറക്ടർ ലെവലിൽ കിട്ടാനുള്ള യോഗ്യതയുണ്ട്. ഇതാണ് ഈ ഡയറക്ടർ റാങ്കിൽ കിട്ടുന്നത്. ഇനി അടുത്ത ലെവൽ നോക്കാം. നിങ്ങളുടെ ഒരു വ്യക്തിയെ നിങ്ങളുടെ ഗ്രൂപ്പിനകത്ത് എ എന്ന വ്യക്തിയെ ഡയറക്ടർ ആക്കി മാറ്റി. അങ്ങനെ ആക്കുമ്പോൾ നിങ്ങൾക്ക് ബാക്കി ഗ്രൂപ്പിൽ എല്ലാവരും കൂടി 900 പോയിന്റ് വാല്യൂ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും വേണം ഗ്രൂപ്പ് ബി. ഇവിടെ അദ്ദേഹം എ എന്ന വ്യക്തി ഡയറക്ടറാക്കി മാറ്റി. ബി ഗോൾഡിന് 6 ഷെയർ വാങ്ങിക്കുന്ന വ്യക്തിയാണ്. സിയും ഡിയും സി 6 ഷെയർ വാങ്ങിക്കുന്ന വ്യക്തിയാണ്. ഡി 3 ഷെയർ വാങ്ങിക്കുന്ന വ്യക്തിയാണ്. 100 പി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ 2 പേര് ഗോൾഡായി, ഒരാൾ 100 പി ആയി, ഒരാൾ ഡയറക്ടറായി. നിങ്ങൾ സീനിയർ ഡയറക്ടറായി. കമ്പനി നിങ്ങളുടെ വരുമാനം നോക്കുക. ഡയറക്ടർ ബോണസ് വർദ്ധിച്ചു. ഫസ്റ്റ് ജനറേഷൻ ബോണസ് വർദ്ധിച്ചു. നിങ്ങൾ 7170 രൂപ നിങ്ങളുടെ വരുമാനത്തോട് കൂടി. ഇത് ഏറ്റവും ബേസിക് കണക്കാണ് കേട്ടോ. ഇപ്പൊ ഡയറക്ടർ റാങ്കിൽ നിങ്ങൾക്ക് 1100 പി വന്നപ്പോൾ 5000 വരുമാനം കിട്ടിയത്. സപ്പോസ് നിങ്ങൾക്ക് 2000 പി കൊണ്ട് ഡയറക്ടർ റാങ്കിൽ എത്തുമ്പോൾ നിങ്ങളുടെ ഇൻകം 10000 കിട്ടും. ഇവിടെ അതുപോലെ ഇപ്പൊ കിട്ടിയത് ആ ജസ്റ്റ് ഉള്ള വോളിയം മാത്രമേ കാണിച്ചുള്ളൂ. കൂടുതൽ വോളിയം ആണെങ്കിൽ നിങ്ങളുടെ ഇൻകം പിന്നെയും വർദ്ധിക്കും. ഓക്കെ, ഇനി 2 പേരെ ഡയറക്ടർ ആക്കുമ്പോൾ നിങ്ങൾക്ക് കമ്പനി വേൾഡ് ട്രാവൽ ഫണ്ട്, വിദേശയാത്ര ഫണ്ട് കൂടി അവിടെ ആരംഭിക്കുക. ഉണ്ടോ? അവിടെ നമുക്ക് 8588 വരുമാനം കിട്ടി. വിദേശയാത്ര ഫണ്ട് കൂടി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തരാൻ തുടങ്ങും. നിങ്ങൾക്ക് അക്കൗണ്ടിൽ കാണാൻ പറ്റും, കിട്ടത്തില്ല, കമ്പനി പിടിച്ചു വെക്കും. ട്രിപ്പ് പോകുമ്പോൾ അവർക്ക് ആ മാസം ആ പൈസ റിലീസ് ചെയ്യും. അവർ 3 പേരെ ഡയറക്ടർ ആക്കുമ്പോൾ നമുക്ക് കാർ വാങ്ങിക്കാനുള്ള ഫണ്ട് ലഭിക്കും.
8 മാസം കൊണ്ട് എനിക്കിത് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്തിട്ട് എന്റെ വൈഫിന്റെ പേരിലായിരുന്നു ബിസിനസ്. അപ്പൊ നിങ്ങൾക്കും അത് പറ്റുന്ന കാര്യം ഉറപ്പാണ്. 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യം ഗ്യാരണ്ടിയാണ്. അതിന് ലക്ഷറി കാർ ഫണ്ട്. അപ്പോ ലക്ഷറി കാർ ഫണ്ടും വേൾഡ് ടൂർ ഫണ്ടും നിങ്ങളുടെ കൂടുതൽ ഇതിന്റെ കൂടെ ലഭിക്കുക. ഒരു 3 ഓർഗനൈസേഷൻ ഡയറക്ടറാക്കി സീനിയർ എക്സിക്യൂട്ടീവ് റാങ്കിൽ എത്തുമ്പോൾ തന്നെ എങ്കിൽ തന്നെ 14,000-നും 50,000-ത്തിനും ഇടയ്ക്ക് വരുമാനം വാങ്ങിക്കാനും സാധിക്കും. ഇത് പഠിക്കേണ്ട പോയിന്റാണ്. വോളിയത്തിനനുസരിച്ച് ഇൻകം മാറും. ഇത് 4 ഓർഗനൈസേഷൻ ഡയറക്ടർ ആക്കുമ്പോൾ കമ്പനി നിങ്ങൾക്ക് അടുത്ത ഫണ്ടിലേക്ക് പ്രവേശിക്കും. ഏതാണത്? ലക്ഷറി കാർ ഫണ്ടും വീട് വെക്കാനുള്ള ഫണ്ടിലേക്ക് ആരംഭിക്കും. ഉണ്ടോ? വീട് വെക്കാനുള്ള ഫണ്ട് ലഭിക്കുന്ന പ്ലാറ്റിനം ഡയറക്ടർ ഓൺവേഡ്സ് ആണ്. അപ്പോൾ ടൂർ ഫണ്ടും വീട് വെക്കാനുള്ള ഫണ്ടും കാർ ഫണ്ട് ലഭിക്കുന്ന അവസരം പ്ലാറ്റിനം ഡയറക്ടർ. 10,888 തൊട്ട് ഒരു 60,000 വരെ വരുമാനം നിങ്ങൾക്ക് ചുരുങ്ങിയത് വാങ്ങിച്ചെടുക്കാം. ഇതാണ് പ്ലാറ്റിനം ലെവലിലെ പ്രത്യേകത. ഇത് റെഡ് ഡയമണ്ട് ആകുമ്പോൾ നിങ്ങളുടെ ഓർഗനൈസേഷൻ കൂടുതൽ ശക്തമായി നിങ്ങൾക്ക് ഒരു 56,000 തൊട്ട് 1.5 ലക്ഷം വരെ വരുമാനം ഈ ലെവലിൽ വാങ്ങിച്ചെടുക്കാം റെഡ് ഡയമണ്ട് ഡയറക്ടർ എത്തുമ്പോൾ. ദെൻ അവിടെയും നിങ്ങൾക്ക് റെഡ് ഡയമണ്ട് ബോണസ് എക്സ്ട്രാ ലഭിക്കും. നേരത്തെ പറഞ്ഞ ആ 10 ബോണസിന് പുറമെ റെഡ് ഡയമണ്ട് ബോണസ് എക്സ്ട്രാ ലഭിക്കും. ഡബിൾ റെഡ് ഡയമണ്ടിനകത്തും നിങ്ങളുടെ ഇൻകം 1 ലാഖിന് മേളിൽ 1.32 ലക്ഷം തൊട്ട് ഒരു 4 ലക്ഷം വരെ വരുമാനം വാങ്ങിക്കാൻ നമുക്ക് ഡബിൾ റെഡ് ഡയമണ്ട് പൊസിഷനിൽ സാധിക്കും. ഇതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പൊസിഷനാണ്. ഞാനത് ഫസ്റ്റ് കാണുന്ന റെഡ് ഡയമണ്ട് പൊസിഷനിലേക്ക് എത്തിയ വ്യക്തിയാണ്. നമുക്ക് സമ്മറൈസ് ചെയ്യാം, നമ്മുടെ പ്ലാൻ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഒരു വ്യക്തിക്ക് ഈ 11 രൂപ വരുമാനം കിട്ടുന്ന ഓരോ ലെവൽസാണ്. ഇതിനകത്ത് എത്ര ഇൻട്രസ്റ്റിംഗ് ആണെന്ന് നോക്കി. ഒരു ജസ്റ്റ് ഡയറക്ടറായി തന്നെ നിങ്ങൾക്ക് ഈ ഡയറക്ടർ ബോണസിന് കൂടാതെ നമുക്ക് നാഷണൽ ട്രാവൽ ബോണസും വെഹിക്കിൾ ബോണസും അടക്കം 3 ബോണസാണ് ഒരു ഡയറക്ടർ റാങ്കിൽ ലഭിക്കുക. സീനിയർ ഡയറക്ടറായ നമുക്ക് അടുത്ത ലെവലിൽ വരുമാനം കിട്ടും. പിന്നെയും നമുക്ക് വരുമാനം ലഭിക്കുക. ഒരു ED ആക്കി നമുക്ക് വിദേശയാത്ര ഫണ്ട് ലഭിക്കുക. അപ്പൊ നമുക്ക് അങ്ങനെ നമ്മുടെ ചെലവുകളെ മുഴുവൻ വരവാക്കി മാറ്റുന്ന, നമ്മുടെ എക്സ്പെൻഡിച്ചർ മുഴുവൻ നമുക്ക് റവന്യൂ ആക്കി വരുന്ന ഒരു ഗംഭീര പ്ലാനാണ്. ഇന്ത്യയിലെ ഏറ്റവും അധികം കുടുംബങ്ങളിലേക്ക് സമൃദ്ധി ഉണ്ടാക്കാൻ പറ്റിയ പ്ലാനാണ് ഈ മോദി കെയർ കമ്പനി നമ്മളോട് തന്നിരിക്കുന്നത്. അതിനുവേണ്ടി സഹായിക്കുന്ന ടൂൾസ് ആണ് ഈ കാണുന്നത്. ഈ ടൂൾസ് നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കൈവശം വേണം. എല്ലാവരും ഇത് കളക്ട് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. കാരണം ഇതാണ് മോദി കെയർ കമ്പനി നൽകുന്ന ഇതിന്റെ പ്ലാനിനെ കുറിച്ചും പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ബ്രോഷേഴ്സ് നിങ്ങളുടെ കയ്യിൽ വേണം. ആളുകൾക്ക് പറയുമ്പോൾ വായിക്കാനും അതിന്റെ കാര്യങ്ങൾ കണ്ടന്റ്സ് മനസ്സിലാക്കാനും എപ്പോഴൊക്കെ ഉപയോഗിക്കണം, എങ്ങനെയൊക്കെ ഉപയോഗിക്കണം മനസ്സിലാക്കാനും ശാസ്ത്രം പഠിക്കാനും ഇതിന്റെ ക്ലാസ്സുകളും ട്രെയിനിങ്ങുകളും എല്ലാ ദിവസവും ഉണ്ട്. ഇപ്പൊ DDMO 8 മണിക്ക് ഇന്ന് നടത്തിയ പോലെ റെഗുലർ പ്ലാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് അവിടെ ക്ലാസ് ലഭിക്കും. കൂടാതെ നമ്മുടെ ഇന്ത്യയിൽ എല്ലായിടത്തും ഇതിന് ട്രെയിനിങ്ങൾ നടക്കുന്നുണ്ട്. അത് ബിസിനസ് ഇന്ത്യ ഒട്ടാകെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു വലിയ അവസരം വന്നിരിക്കുന്നുണ്ട്. കൂടാതെ നമുക്ക് വരുന്ന 16/5 നടക്കുന്ന തൃശ്ശൂർ നടക്കുന്ന ഫംഗ്ഷനിൽ നിങ്ങളുടെ സ്പോൺസർ ആരെ ഇൻവൈറ്റ് ചെയ്താൽ വിത്തിരി വെച്ചിട്ട് അതിന്റെ ടിക്കറ്റ് കരസ്ഥമാക്കി അവിടെ എത്ര ശ്രമം നടത്തുക? നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. ആൻസർ ടു യുവർ സെൽഫ്. ഇഫ് നോട്ട് മോദി കെയർ ദെൻ വാട്ട്? ഈ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിനകത്ത് യാതൊരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ ഇത്ര വലിയ ഹ്യൂജ് ബിസിനസ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള സത്യം മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാണത് മോദി കെയറിൽ വേറെ എന്താ നമുക്ക് പകരം ചെയ്യാൻ പറ്റുക? ഇഫ് നോട്ട് യു, നിങ്ങളല്ലെങ്കിൽ പിന്നെ ആരാണ് ഇത് ചെയ്യാൻ പോകുന്നത്? ഇഫ് നോട്ട് നൗ, ഇപ്പോഴല്ലെങ്കിൽ ദെൻ വെൻ, എപ്പോഴാണ് ചെയ്യാൻ പറ്റുന്നത്? ഇത് റൈറ്റ് ടൈമാണ്. 2026 ഈ സമൃദ്ധി ലഭിക്കുന്ന ഈ 2025 സമൃദ്ധി ഒരു വർഷമായിട്ട് ഒന്ന് മാറ്റിയെടുക്കണം. മോദി കെയറിയുടെ ജേണി നിങ്ങൾക്ക് ഒരു 1000 മൈൽ പോകാണ്ടെങ്കിൽ അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഇപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുഡേ. ആ ഫസ്റ്റ് സ്റ്റെപ്പ് ഇന്ന് തന്നെ നിങ്ങൾ ആരംഭിക്കുക. നിങ്ങളുടെ കൂടെ ഒരു പറ്റം ലീഡേഴ്സ് ഉണ്ട്, ഗംഭീരമായ സിസ്റ്റം ഉണ്ട്, ഗംഭീരമായ കമ്പനി ഉണ്ട്, 30 വർഷം പഴക്കമുള്ള ഒരു കമ്പനി നമ്മുടെ കൂടെ ഉണ്ട്. ഇത് മാക്സിമം ഉപയോഗപ്പെടുത്തുക. ഈ ഔന്നിത്യം, ഈ കിട്ടിയ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. ഒരു സാധാരണ ഒരു ബിസിനസ് പ്ലാൻ ഒരിക്കലും കാണരുത്. ഇതൊരു അസാധാരണ സമയമാണ്. നമ്മുടെ സമയത്തിന് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. സോ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ഫാമിലിക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി ഗ്രഹിച്ചെന്നും നിങ്ങളുടെ ആരെങ്കിലും ഗസ്റ്റുകളാണെങ്കിൽ ഗസ്റ്റുകൾ നിങ്ങളുടെ സ്പോൺസർ കണ്ട് തീർച്ചയായിട്ടും ഇതിന്റെ ബാക്കി കാര്യങ്ങൾ കരസ്ഥമാക്കണം. ഒരു ദിവസം പാഴാക്കരുത്. നിങ്ങളുടെ സമയത്തിന് അത്രയധികം വിലയുണ്ട്. സോ വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. സീ യു അറ്റ് ദ ടോപ്പ്. ഓക്കെ, താങ്ക് യു.